للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുറച്ച് ദിവസമായിട്ട് ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറില്ല. ഇന്ന് കഴക്കൂട്ടം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫത്ഹുൽ മുഈൻ ക്ലാസ് അല്പസമയം നമുക്ക് ഓതാം. സാധാരണഗതിയിൽ വ്യാഴം വെള്ളി അല്ലാത്ത ദിവസങ്ങൾ പ്രത്യേകം വിതറില്ലാത്ത സാഹചര്യത്തിൽ ആണെങ്കിൽ നമ്മൾ ഓതലുണ്ടല്ലോ. അല്പം 10 മിനിറ്റ് താമസിച്ചു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം 10 മിനിറ്റ് താമസിച്ചത് കൊണ്ട് തന്നെ ആമുഖം പറഞ്ഞൊന്നും നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വശുറൂതുഹു, ഇന്നലെ നമ്മൾ പറഞ്ഞു നിസ്കാരത്തിന് 5 ഷർത്തുകൾ, എന്നാൽ തത്വത്തിൽ 9 ഷർത്തുകൾ. ഈ 5 ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തേത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവല. അശുദ്ധി 2 തരം ഉള്ളത് കൊണ്ട് തന്നെ ചെറുതും വലുതുമായ അശുദ്ധികൾ ഉണ്ടാവുമ്പോൾ ആദ്യം വ്യാപകമായ ഉപയോഗം വരുന്നത് ചെറിയ ശുദ്ധി ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ തുടങ്ങി വെച്ചത്. നിസ്കാരത്തിനെന്നതുപോലെ വുളൂഇനും ചില ഷർത്തുകളുണ്ട്. അതാണ് ഇന്ന് നമുക്ക് ഓതാനുള്ളത്. ഇവിടെയും നേരത്തെ പറഞ്ഞ 4 ഷർത്തുകൾ ബാധകമാണ്. മുസ്ലിമാവണം, അതുപോലെ തന്നെ നിർബന്ധമാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം, അതിൻ്റെ കൈഫിയത്ത്, വുളൂഇന്റെ കൈഫിയത്ത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിരിക്കണം, വകതിരിവുള്ളവനായിരിക്കണം. ഈ പറയപ്പെട്ട ഷർത്തുകളൊക്കെ വുളൂഇനുണ്ട്. അതിന്റെ പുറമെ പ്രത്യേകം വുളൂഇനായി ഉള്ള ഷർത്തുകൾ. വശുറൂതുഹു അൽ വുളൂഇ, വുളൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ വുളൂഇന്റെ മാത്രം ഷർത്തുകളല്ല. കശുറൂത്തുൽ ഗുസ്ലി, കുളിയുടെ ഷർത്ത് പോലെ എന്ന് പറഞ്ഞാൽ കുളിയുടെ ഷർത്തും ഇതേ 5 ഷർത്തുകൾ തന്നെ ആയതുപോലെ. അപ്പൊ കുളിയുടെ ഷർത്തുകളും വുളൂഇന്റെ ഷർത്തുകളും രണ്ടും ഒരേ ഷർത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുളിയിൽ സംബന്ധിച്ച് പറയുന്നിടത്ത് അവിടെ പ്രത്യേകം ഷർത്തുകൾ പറയുകയില്ല. അപ്പോ കുളിയുടെ 5 ഷർത്തുകൾ തന്നെയാണ് വുളൂഇന്റെയും 5 ഷർത്തുകൾ. അതിൽ അഹദുഹ, ഈ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തേത് മാഉൻ മുത്ലഖുൻ, മാഉൻ വെള്ളമായിരിക്കണം. വുളൂ ചെയ്യുന്ന ഉപയോഗിക്കുന്ന വസ്തു വെള്ളമായിരിക്കണം. പക്ഷെ എങ്ങനത്തെ വെള്ളം? മുത്ലഖ് എന്ന ഉപാധിയുള്ള വെള്ളം. മുത്ലഖ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഉപാധി കൊണ്ട് കൈത് കൊടുക്കാൻ ആവശ്യമാവാത്ത വെള്ളം. മാഉ മുത്ലഖ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് മാഉൻ തഹൂർ എന്ന്. വനസൽനാ മിനസ്സമായി മാഉൻ തഹൂറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ തഹൂർ എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് മാഉൻ മുത്ലഖ്. അപ്പോ മുത്ലഖായ വെള്ളമേ ശുദ്ധീകരിക്കാൻ പറ്റൂ. ചെറിയ ശുദ്ധിന്ന് ശുദ്ധീകരിക്കണമെങ്കിലും വലിയ ശുദ്ധിന്ന് ശുദ്ധീകരിക്കണമെങ്കിലും മാവ് മുത്ലഖായിരിക്കണം എന്ന് മാത്രമല്ല, നജസിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിലും മാവ് മുത്ലഖ് വേണം. ഫലാ യർഫഉൽ ഹദസ, അപ്പൊ ചെറിയ ശുദ്ധിയെ ഉയർത്തുകയില്ല, നര ഉയർത്താൻ പറ്റൂല എന്നർത്ഥം. വലാ യുസീലു നജസ, നജസിനെ നീക്കുകയും ഇല്ല, നര നീക്കാനും പറ്റൂല. അപ്പൊ നജസിനെ നീക്കാനും ചെറുതോ വലുതോ ആയ അശുദ്ധിയെ ഉയർത്താനും സാധ്യമാവുകയില്ല എന്ന് മാത്രമല്ല,
വല അശുദ്ധിയെ ഉയർത്തുക എന്നോ നജസിനെ ഉയർത്തുക എന്നോ ഉള്ളതിന്റെ പുറമേ വലാസുലു ത്വഹാറ മറ്റ് ശുദ്ധീകരണങ്ങൾ ഒന്നും തന്നെ ഹാസിലാവുകയും ഇല്ല. മറ്റു ശുദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വലോ മസ്നൂനത്തൻ, ഉദാഹരണം ജുമാക്ക് വേണ്ടിയിട്ടുള്ള കുളി സുന്നത്താണ്, അതല്ലെങ്കിൽ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുളി സുന്നത്താണ്, ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി സുന്നത്താണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള വുളൂ സുന്നത്താണ്. ഖുർആൻ കാണാതെ ഓതാൻ വേണ്ടിയിട്ടോ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടോ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ വുളൂ ചെയ്യൽ സുന്നത്താണ്. അവിടെ നിന്ന് അശുദ്ധി ഉയർത്തൽ നിർബന്ധമുള്ളതിൽപ്പെട്ടതല്ല. അങ്ങനെ സുന്നത്തായത് ഉൾപ്പെടെയുള്ള ത്വഹാറത്തുകൾ ഏതും ഇല്ലൽ മാഉൽ മുത്ലഖ് ഫലാ യർഫഉൽ ഹദസ വലാ യുസീലു നജസ എന്ന് മാത്രമല്ല സായിറു ത്വഹാറത്ത് ഒന്നും തന്നെ ഹാസിലാവുകയില്ല എന്തല്ലാതെ ഇല്ലൽ മാഉൽ മുത്ലഖ്, ത്വഹൂറായ വെള്ളമല്ലാതെ. അപ്പൊ ത്വഹൂറായ വെള്ളം അല്ലെങ്കിൽ മുത്ലഖായ വെള്ളം എന്ന വെള്ളമല്ലാതെ ബാക്കി ഏത് വസ്തു കൊണ്ടും വുളൂ ചെയ്യുകയോ ജനാബത്ത് കുളിക്കുകയോ സുന്നത്തായ കുളി കുളിക്കുകയോ സുന്നത്തായ വുളൂ എടുക്കുകയോ നജസ് ശുദ്ധിയാക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ ത്വഹൂറായ വെള്ളം ഷർത്താണ്, അല്ലെങ്കിൽ മുത്തലക്കായ വെള്ളം ഷർത്താണ്. രണ്ടും ഒരേ ആശയത്തിനാണ് പറയുന്നത്. ഇനി എന്താണ് ഈ മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്? ഈ മാ മുത്തലക്ക് എന്നത് മാ യഖഉ അലൈഹി ഇസ്മുൽ മായി, മാ ഒരു വെള്ളമാണ്. യഖഉ അലൈഹി ആ വെള്ളത്തിന്റെ മേൽ സംഭവിക്കും ഇസ്മുൽ മായി വെള്ളം എന്ന പേര് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും എന്നർത്ഥം. എങ്ങനെ പറയാൻ പറ്റും? ബിലാ ഖൈദിൻ, ഉപാധി കൂടാതെ. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഖൈദ് ഉപാധി കൊടുത്തുകൊണ്ട് അല്ലാതെ വെള്ളം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതാണ് മാഉ മുത്ലഖ്. അതാണ് ഖൈദില്ലാത്തത് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചായക്ക് വെറുതെ വെള്ളം എന്ന് ആരും പറയലില്ല, കഞ്ഞിക്ക് ആരും വെറുതെ വെള്ളം എന്ന് പറയലില്ല. അതുപോലെ തന്നെ ഇളനീർ വെള്ളം, പനനീർ വെള്ളം, അതൊക്കെ വെള്ളം എന്നതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും വെറും വെള്ളം എന്ന് പറയുന്നില്ല. അവിടെയൊക്കെ ഒരു കൈതോട് കൂടിയാ പറയുന്നത്. അപ്പോ ഒരു ഉപാധിയോട് കൂടി അല്ലാതെ വെള്ളം എന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നതായത് കൊണ്ടാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്, ഉപാധി ഇല്ലാത്ത വെള്ളം. പക്ഷെ ഈ വെള്ളം എന്നത് ത്വഹൂറായ വെള്ളത്തിന്റെ നീരാവിയിൽ നിന്നും ഉറ്റി ഉണ്ടായതാണെങ്കിലും ശരി. പക്ഷെ അര വിയർപ്പായിട്ട് ഇങ്ങനെ ഒലിച്ചു വന്നുണ്ടായത്. എങ്ങനത്തെ ത്വഹൂറായ വെള്ളം? അൽ മുഗല, അങ്ങനെയും വായിക്കുക, അൽ മുഗലി എന്നും വായിക്കുക. അഗല യുഗലിന്റെ മുഗല എന്ന് ഇസ്മഫ്ഊലായിട്ട് വായിക്കുക, വലിയ യഗല എന്നതിന്റെ ഇസ്മഫായിലായിട്ട് മുഗലി എന്നും വായിക്കുക. രണ്ട് പറഞ്ഞാലും മാന സഹിയാവും. തളപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തളച്ച, അങ്ങനെ അർത്ഥം. തളച്ച ത്വഹൂറായ വെള്ളത്തിന്റെ നീരാവിയിൽ നിന്നിട്ട് ഇങ്ങനെ തണുത്തിട്ട് വിയർപ്പായിട്ട് വീണ് ഒരുമിച്ച് കൂടി. എന്നാൽ ആ വെള്ളവും മുത്തലഖ് എന്ന മാ മുത്തലഖിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് അതുകൊണ്ട് വുളൂ ചെയ്യാനാവും പറ്റും എന്നർത്ഥം. ഇനി അതല്ലെങ്കിൽ അത് ഔസ്തുലിക ഫീൽ ഖലീത്തു, ഒരു വെള്ളത്തിൽ ത്വാഹിറായ അതിൽ കലങ്ങിച്ചേരുന്നൊരു വസ്തു മുസ്തഹരക്കായി എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റാത്ത നിലക്ക് അതിൽ ലയിച്ചു ചേർന്നു പോയി. പക്ഷേ വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത നിലക്ക് അതിൻ്റെ ഗുണവ്യത്യാസം വരാത്തതായിരിക്കണം. രുചിയോ വാസനയോ നിറമോ മാറാത്ത നിലക്ക്, അല്ലെങ്കിൽ കുറഞ്ഞ പകർച്ച മാത്രമുള്ള നിലക്ക് ഇതിൽ കലർന്നുപോയി വല്ല വസ്തു, ത്വാഹിറായ വസ്തു. എന്നാലും എന്ത് തന്നെയാണ് മാഉ മുത്ലഖ് എന്ന് തന്നെയാണ് പറയാം. അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഉപാധി ഇല്ലാതെ വെള്ളം എന്ന് പറയണം എന്ന് പറഞ്ഞല്ലോ.
എന്നാൽ ചില ഉപാധിയോടുകൂടി പറയുന്ന വെള്ളവും തുഹൂർ തന്നെയാണ്, മാഉ മുത്ലഖ് തന്നെ. അതാവു ഖൈദും ബിമുവാഫഖത്തിൽ വാഖി, ഈ വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് ചേർത്തി കൊണ്ടുവരുന്ന ഉപാധി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ കമാഇൽ ബഹരി, ബഹറിലെ വെള്ളം, നഹറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, തോട്ടിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, അതങ്ങനെ ഉപാധിയോടുകൂടി പറയുമ്പോൾ തന്നെ ആ ഉപാധിയാണ് വിട്ടിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റും. അതാണ് വെള്ളം നിലകൊള്ളുന്ന സ്ഥലത്തിനോട് ചേർത്തി പറയുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് തേങ്ങ വെള്ളം, പനനീർ വെള്ളം, കഞ്ഞിവെള്ളം എന്നത് അങ്ങനെയല്ല. മറിച്ച് അവിടെ ഈ വിശേഷണത്തോടുകൂടി, ഈ ഉപാധിയോടുകൂടി അല്ലാതെ അതിന് വെള്ളം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സഹിഹാവാത്തതാ. ഇവിടെ നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ നോട് ചേർത്തി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ ചേർത്തി പറയാൻ പറ്റുമ്പോൾ തന്നെ ആ ഉപാധി കൂടാതെ വെറും വെള്ളം എന്ന് പറയാൻ അതിന് പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. അതേസമയത്ത് ബിഖിലാഫി മാ ലാ യുദ്കറു ഇല്ലാ മുഖയ്യദൻ, കൈതാക്കി ഉപാധിയോട് കൂടി മാത്രമേ വെള്ളം എന്ന് പറയാൻ പറ്റൂ, അങ്ങനത്തെ വെള്ളത്തിനെതിരെ. വെള്ളം തന്നെ, പക്ഷേ ഉപാധിയോട് കൂടി പറയുന്ന വെള്ളമാണ്, നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റാത്തത്. ഇതുപോലെ കമായിൽ വർദ്ധി, പനിനീർ വെള്ളം, അതുപോലെ തന്നെ ഇളനീർ വെള്ളം, ചായ വെള്ളം, കഞ്ഞിവെള്ളം, അതൊക്കെ കഞ്ഞിന്ന് സ്വന്തം പറയാം, കഞ്ഞിവെള്ളം എന്നും പറയാം, ചായ എന്ന് പറയാം, ചായവെള്ളം എന്നും പറയാം. അതായത് വെറും വെള്ളം എന്തായാലും പറയാൻ പറ്റൂല. അങ്ങനത്തത് ആണ് ഇവിടെ മാഉ മുത്ലഖ് എന്നതുകൊണ്ട് വേർതിരിച്ച് ഉപാധിയോട് കൂടി മാത്രം പറയാൻ പറ്റുന്നത് തുഹൂറായ വെള്ളമല്ല. അതുകൊണ്ട് നജസ് ശുദ്ധിയാക്കാനോ അതുപോലെ തന്നെ അശുദ്ധിയെ ഉയർത്താനോ പറ്റില്ല. അപ്പോൾ ഒരാള് കൊപ്പര വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുറെ തേങ്ങ ഉണ്ട്, ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, വേറെ വെള്ളമൊന്നും അവിടെ ഇല്ല, ഇഷ്ടംപോലെ തേങ്ങ വെള്ളമുണ്ട്, എന്നാ അതിൽ നിന്നൊരു കപ്പ് എടുത്തുകൊണ്ട് മൂത്രമൊഴിച്ച് വനരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം അതാ. അത് കുടിക്കാനത് പറ്റും, മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പറ്റും, പക്ഷെ നജസിനെ ശുദ്ധിയാക്കാനോ അശുദ്ധിയെ ഉയർത്താനോ അത് പറ്റില്ല. അപ്പോ മാഉ മുത്ലഖ് ആവണം എന്നതാണ് ഷർത്ത്. പക്ഷേ ഉപാധി കൂടാതെ പറയാൻ പറ്റുന്ന വെള്ളമാവുമ്പോൾ തന്നെ എന്തുകൂടിയാവണം? ഗൈറ മുസ്തഅമലിൻ ഫീ ഫർളി ത്വഹാറത്തിൻ, ശുദ്ധീകരണമാവുന്ന ഫർളിൽ ഉപയോഗിക്കാൻ പെടാത്തതായിരിക്കണം. ശുദ്ധീകരിക്കൽ അതിപ്പോ ചെറിയ ശുദ്ധിയെ ശുദ്ധീകരിക്കലാവട്ടെ, വലിയ ശുദ്ധിയെ ശുദ്ധീകരിക്കലാവട്ടെ, അതല്ലെങ്കിൽ നജസിനെ ശുദ്ധീകരിക്കലാവട്ടെ, ഈ ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാവാൻ പാടില്ല. ഇതേ ശുദ്ധീകരണത്തിൽ തന്നെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ടതിന് കുഴപ്പമില്ല. ഉദാഹരണം, മുങ്കൈ എഴുതാൻ ഉപയോഗിച്ച വെള്ളം, വായിൽ വെള്ളം കൊപ്പിക്കാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും ഉപയോഗിച്ച വെള്ളം, മുഖം രണ്ടാമത്തെ പ്രാവശ്യം കഴുകാന് കൈമുട്ടോടുകൂടി രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും കഴുകാൻ ഉപയോഗിച്ച വെള്ളം, ഇങ്ങനത്തതൊക്കെ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. കാരണം മാഉ മുത്ലഖ് എന്ന പേരിൽ നിന്നിട്ടത് പുറത്തു പോകുന്നില്ല. കാരണം എന്താ, അതൊക്കെ സുന്നത്തിൽ ഉപയോഗിച്ചതാ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടത് ആവാൻ പാടില്ല. ഈ ത്വഹാറത്ത്, ഫർളായ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടാം? മിൻ റഫ്ഇ ഹദസിൻ അസ്ഗറ അക്ബറ, ചെറിയ അശുദ്ധി ഉയർത്തുക, വലിയ അശുദ്ധി ഉയർത്തുക തുടങ്ങിയത് പെട്ട് അത് ശുദ്ധീകരണം തന്നെയാണ്. അപ്പൊ ഫർളിൽ ഉപയോഗിച്ച ചെറിയ ശുദ്ധിയുടെ ഫർള് ആയ ഉപയോഗത്തിൽ ഉപയോഗിക്കുകയോ വലിയ ശുദ്ധിയാവുന്ന കുളിയുടെ ഫർളിൽ ഉപയോഗിക്കുകയോ ചെയ്തത് മുസ്തഅമലാണ്, അത് പാടില്ല. അതെന്തുണ്ട്, അത് ത്വഹൂർ എന്ന പേര് ഇപ്പൊ അതിന് പോയിട്ട് മുസ്തഅമൽ എന്ന ഹുക്മ് വരികയും അതുകൊണ്ട് തന്നെ താഹിർ എന്ന അവസ്ഥയിലെത്തി ത്വഹൂർ എന്ന അവസ്ഥയിൽ നിന്നിട്ട് അത് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ വലൗ മിൻ തുഹ്രി ഹനഫിയിൻ, ഈ ഫർളായ വുളൂഇൽ അല്ലെങ്കിൽ ഫർളായ കുളിയിൽ
ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം എന്നത് ഒരു ഹനഫി മദ്ഹബുകാരനായ വ്യക്തി വുളു ചെയ്യുമ്പോൾ അയാൾ ഫർദിൽ ഉപയോഗിച്ചതായാലും അല്ലെങ്കിൽ അയാൾ ജനാബത്ത് കുളിക്കുമ്പോൾ അയാളുടെ ഫർളായ കുളിയിൽ ഉപയോഗിച്ചതുമായ വെള്ളമാണെങ്കിലോ അതും മുസ്തഅമൽ തന്നെ. എന്താ അതൊന്ന് പുറത്തെടുത്ത് പറയാൻ കാരണം ലമ്യൻവി, അയാൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം നിയ്യത്ത് ചെയ്യൽ അവർക്ക് എന്തല്ല, ഷർത്തല്ല, തീരെ ഷർത്തല്ല എന്നല്ല കേട്ടോ. മറിച്ച് ഇബാദത്തുകൾ രണ്ടു തരം. ഒന്ന് അസ്ലിയായ ഇബാദത്ത്, മറ്റൊന്ന് വസീലയായ ഇബാദത്ത്. ഇങ്ങനെയാണ് അവർ വേർതിരിക്കുക. അസ്ലിയായ ഇബാദത്ത് തന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തൊക്കെ അസ്ലിയായ ഇബാദത്ത്, അതിലൊക്കെ നിയ്യത്ത് വേണം. എന്നാൽ വസീലകൾ, ഉദാഹരണം ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന് വസീലയാണ്. അതുപോലെ തന്നെ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന് വസീലയാണ്. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യണം, വുദൂഇന് അങ്ങനെ പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. എന്നാ സുന്നത്തുണ്ടാകും. അതെന്താ? ഉലമാന്റെ ഖിലാഫിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പലയിടത്തും പറയുന്നില്ലേ എന്നതുപോലെ ആ ഒരു പരിഗണന ഹനഫി മദ്ഹബിലും ഉണ്ട്. വുദൂഇ എന്ന നിലക്ക് നിയ്യത്ത് വുജൂബില്ല, ജനാബത്ത് കുളി എന്ന നിലക്ക് നിയ്യത്ത് വുജൂബില്ല. കാരണം അത് അസ്ലിയായ ഇബാദത്തല്ല, വസീലയായ ഇബാദത്താണ്. എന്നാൽ അസ്ലി എന്നോ വസീല എന്നോ വ്യത്യാസമില്ലാതെ ഇബാദത്തുകളിലൊക്കെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞ നിയ്യത്ത് ഷർത്താൻ എന്ന് പറയുന്ന ഷാഫി മദ്ഹബ് പോലെയുള്ള മദ്ഹബുകളുടെ ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ട് നിയ്യത്ത് സുന്നത്തുണ്ട് അവർക്കും. അപ്പൊ അവനോ നിയ്യത്ത് ചെയ്താൽ തന്നെ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട്, അപ്പൊ നിയ്യത്ത് ചെയ്യാതെ ഒരാൾ നേരം വെളുത്ത അന്ത്യാവോളം വുദൂ ചെയ്താൽ അത് വുദൂ ആവൂല. നേരം വെളുത്ത അന്ത്യാവോളം ഒരാൾ കുളിച്ചു നിയ്യത്ത് ചെയ്യാതെ, എന്നാൽ അത് കുളിയാവൂല എന്നാണല്ലോ നമ്മുടെ ഷാഫി മദ്ഹബ്. അപ്പൊ ഫർദിൽ ഉപയോഗിച്ചുകൊണ്ട് മുസ്തഅമൽ എന്ന് പറയാനില്ലല്ലോ എന്നൊരു സംശയം ഉന്നയിക്കാനുണ്ട്. ആ സംശയത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലൗ മിൻ തുഹരി ഹനഫിയിൻ ലം യൻവി എന്ന് പ്രത്യേകം പറഞ്ഞത്. നിയ്യത്ത് ചെയ്തിട്ടില്ലാത്ത ഹനഫിയായ ഒരു മനുഷ്യൻ വുദൂ ചെയ്യാനോ കുളിക്കാനോ ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിലും അത് മുസ്തഅമൽ തന്നെ. കാരണം എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നത്തായ നിലക്കെങ്കിലും നിയ്യത്ത് ചെയ്തിരിക്കാം. അതുകൊണ്ട് സഹീഹായ മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബായ ഹനഫി മദ്ഹബിൽ ഫർളായ വുദൂ അദ്ദേഹം നിർവഹിച്ചു, അതുപോലെ തന്നെ ഫർളായ കുളി അദ്ദേഹം ഉപയോഗിച്ചു. നിയ്യത്ത് ചെയ്യാത്തത് അവരുടെ മദ്ഹബിലെ ചില തഫ്സീർ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം വാഹിർ നോക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ ശുദ്ധി ഉയർത്താനോ ചെറിയ ശുദ്ധി ഉയർത്താനോ ഉള്ള ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് എന്ന വാഹിർ കൊള്ള നോക്കിയിട്ട് വെള്ളം മുസ്തഅമൽ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഔ സ്വബീൻ ലം യുമയ്യിസ്, തമ്മീസ് ആകാത്ത കുട്ടി, ആ കുട്ടിക്ക് വുദൂ ചെയ്യിച്ച വെള്ളമാണ്. എന്തിനു വേണ്ടി? ലിതവാഫിൻ. തമ്മീസ് ആകാത്ത കുട്ടിക്ക് പിന്നെ എന്തിനാ അപ്പൊ വുദൂ ചെയ്യിക്കുന്നത്? നമ്മൾ ഇന്നലെയൊക്കെ വളരെ വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞല്ലോ, വകതിരിവെത്താത്ത കുട്ടികളെ കൊണ്ട് പള്ളി കൊണ്ടുവരാനോ നിസ്കരിപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ കുട്ടീനെ എന്തിനാ വുദൂ ചെയ്യിക്കുന്നത്? അത് സാധാരണ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുന്ന രീതിയെ പറ്റിയാ പറഞ്ഞത്. പരിശുദ്ധ മക്ക ശരീഫിൽ എത്തിയ ഒരു വ്യക്തി കുട്ടിക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്തു, അതല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടില്ലെങ്കിലും കുട്ടിയെ കൊണ്ട് തവാഫ് ചെയ്യിച്ചു. ഇപ്പൊ മക്കത്തും അതുപോലെ ജിദ്ദ പോലത്തെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സാധാരണ പലരും കുട്ടി ജനിച്ച് 40 കഴിഞ്ഞാല് കുട്ടിനെയും കൊണ്ട് മക്കയിൽ പോയി ഒരു തവാഫ് ചെയ്യിക്കാറുണ്ട്. അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അങ്ങനെ പെറ്റ് 40 കഴിഞ്ഞാൽ അന്ന് തന്നെ കുട്ടിയെ മക്കത്ത് കൊണ്ടുപോയി തവാഫ് ചെയ്യിക്കുകയാണ്. എന്നാൽ ചെയ്യിക്കുന്ന രക്ഷിതാവും വുദൂ ചെയ്ത ചെറുതും വലുതുമായ ശുദ്ധിന്ന് ശുദ്ധിയായിരിക്കണം, കുട്ടിയും തന്നെ ചെറുതും വലുതുമായ ശുദ്ധിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പൊ കുട്ടിക്ക് വലിയ ശുദ്ധി ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ചെറിയ ശുദ്ധിയല്ലേ. അപ്പൊ ഈ ചെറിയ ശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ട് കുട്ടിക്ക് വുദൂ ചെയ്യിക്കുകയാണ് വേണ്ടത്, രക്ഷിതാവ് ചെയ്യിക്കുക. അങ്ങനെ കുട്ടിക്ക് തമ്മീസെത്താത്ത ഈ കുട്ടിക്ക് തവാഫ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കൊണ്ട് രക്ഷിതാവ് വുദൂ ചെയ്യിച്ചു. ആ വെള്ളവും മുസ്തഅമൽ തന്നെയാണ് വാഹിർ വെള്ളം നോക്കിയിട്ട്. അതാ. ഇനി അശുദ്ധി ചെറുതോ വലുതുമായ അശുദ്ധിയിൽ മുസ്തഅമൽ ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടതല്ലാതിരിക്കണം. വഇസാലത്തി നജസിൻ, നജസിനെ നീക്കുന്നതിലും
എന്താക്കാൻ പാടില്ല? മുസ്താമൽ ആവാൻ പാടില്ല. അപ്പോ തഹാറത്താവുന്ന ഫർദിൽ ഉപയോഗിച്ചതും ആവരുത്, നജസ് ശുദ്ധിയാക്കുന്ന ഫർദിൽ ഉപയോഗിച്ചതും ആവരുത്. നജസ് എന്ന് പറഞ്ഞാൽ രണ്ട് നജസ് ഉണ്ടല്ലോ. ഒന്ന് കഴുകിയെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ, ഇല്ലെങ്കിൽ സഹിയാവൂല എന്ന നിലയ്ക്ക് അഫു ഇല്ലാത്ത നജസുണ്ട്. വേറെ ചില നജസുകളുണ്ട്, സംഗതി നജസാണെങ്കിലും അതോടുകൂടി നിസ്കരിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒറ്റ ഒരു മൂട്ടന്റെ ചോരയായി, അല്ലെങ്കിൽ ഒരു കൊതുകിന്റെ ചോരയായി, അതല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്നിട്ടുള്ള അല്പം ചോരയായി, അതൊക്കെ അഫുവാണല്ലോ. എന്നാൽ ഈ അഫു ഉള്ളതാണെങ്കിലും നജസല്ലേ എന്നുള്ള നിലക്ക് ഒരാൾ കഴുകി, ഈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം അത് മുസ്താമല. അപ്പൊ കഴുകിയിട്ടില്ലെങ്കിലും നിസ്കാരം സഹിയാവും. കഴുകുന്നത് നജസല്ലേ, നല്ലത് തന്നെയാണ്. അപ്പോ ഈ ഇസ്തിമാൽ അഥവാ അഫു ചെയ്യപ്പെടുന്ന നജസിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് കഴുകിയ വെള്ളമാണെങ്കിലും ഫർദുൽ മുസ്താമലി എന്ന് പറഞ്ഞ ഹുക്മ് അതിനും വന്ന്. അപ്പൊ അതും എന്തിനു പറ്റൂല? വുദൂ ചെയ്യാനും അതുപോലെ തന്നെ നജസിനെ ശുദ്ധിയാക്കാനും ജനാബത്ത് കുളിക്കാനും ഒന്നും പിന്നെ ഞാൻ പറ്റൂല. എപ്പോഴും പക്ഷേ ഈ ഫർദിൽ ഉപയോഗിക്കപ്പെട്ടത് ഏത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനുള്ള ഫർദിലോ നജസിനെ ശുദ്ധിയാക്കുന്ന ഫർദിലോ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോ? ഖലീലൻ, ഈ വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ളതാവുന്ന അവസരത്തിൽ. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നജസിന് കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ട്, പകർച്ചയില്ലതാനും, എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഫർദായ തഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവാൻ പാടില്ല എന്ന് പറഞ്ഞത് 2 കൊല്ലത്തിൽ താഴെയുള്ളതാണെങ്കിലാണ്. ഇപ്പൊ സാധാരണ പഴയ ഹൗദുകളൊക്കെ അങ്ങനെയാണല്ലോ, ഇരുന്ന് കാണായിരുന്നല്ലോ കൊടുക്കല്. അപ്പോ മുഖം കഴുകിയ വെള്ളവും കൈ കഴുകുന്ന വെള്ളവും ഒക്കെ ഈ ഹൗദിക്ക് തന്നെയല്ലേ, അങ്ങോട്ട് തന്നെയല്ലേ വീഴുന്നത്. അപ്പോൾ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണല്ലോ എന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഹൗദുകളിൽ ധാരാളം വെള്ളം ഉണ്ടാവും. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നജസിന് ശുദ്ധിയാക്കുന്ന വെള്ളമാണെങ്കിലും അങ്ങനെ തന്നെ 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടാവുകയും അവിടെ പക്ഷേ ഒരു ഉപാധി ഉണ്ട്, പകർച്ചയില്ലാതിരിക്കുകയും കൂടി വേണം. പകർച്ച കുറഞ്ഞ പകർച്ചയാണെങ്കിലും നജസ് കൊണ്ട് പകർച്ച വന്നാൽ വെള്ളം നജസാവും. അത് എത്ര കൊല്ലത്തുണ്ടെങ്കിലും പകർച്ച വന്നാൽ നജസാവും. അപ്പോ നജസിൽ കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം അധികരിച്ചതാകുമ്പോൾ ഒരു ഉപാധി പകർച്ചയില്ലാതിരിക്കണം എന്ന ഉപാധി കൂടി ഉണ്ട്. ഹാല ഖൗലുൽ മുസ്തഅമലി ഖലീലൻ, അതാ എന്താ ഖലീലൻ എന്ന് പറഞ്ഞതിന്റെ തർക്കീബ് ഹാലാണെന്ന് വരുത്തിയതാ. ഇപ്പൊ ഖലീല് എന്ന് പറഞ്ഞ എത്ര? പണ്ട് നമ്മളെ കൊളത്തൂര് സഖാഫി ഉസ്താദൊക്കെ സാധാരണ സലാം സുല്ലമിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്പം ശുക്രം പുറപ്പെട്ടാൽ കുഴി നിർബന്ധാവൂല എന്ന് പറഞ്ഞു. ഈ അല്പം എന്ന് പറഞ്ഞാൽ എത്ര? 2 കൊല്ലത്തിൽ താഴെയുള്ളതെന്നോ? അപ്പോ കുഴി നിർബന്ധമാണെങ്കിൽ 2 കൊല്ലത്തിനെങ്കിലും വേണമെന്നാണോ എന്ന് ചോദിക്കുന്നത് വെറും തമാശയല്ല. ഫിഖ്ഹിൽ സാധാരണ വെള്ളത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖലീല് കസീർ, കുറഞ്ഞത് അധികരിച്ചത് എന്ന് പറയല്. 2 കൊല്ലത്തിൽ താഴെയുള്ളതൊക്കെ കുറഞ്ഞത് എന്നാണ് തഹാറത്തിന്റെ ബാബില് പറയാ. 2 കൊല്ലത്തോ അതിൽ കൂടുതലുണ്ടെങ്കിൽ അധികരിച്ചത് എന്നാ. അപ്പൊ അധികരിച്ചത് വേണമെങ്കിൽ 2 കൊല്ലത്ത് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഹുക്കും അങ്ങനെ തന്നെ, അതാ അപ്പൊ പറയുന്നത്. അപ്പൊ 2 കൊല്ലത്തിൽ താഴെയുള്ളൂ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, അപ്പോഴാണ് അത് മുത്തലഖല്ലാതായി മാറും, മുസ്തഅമലി എന്ന ഹുക്കും വന്നിട്ട് അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റാതെ വരും എന്ന് പറഞ്ഞത്. അപ്പൊ ഫൈൻ ജുമിഅൽ മുസ്തഅമലു, ഇങ്ങനെ കുളിയുടെയോ അല്ലെങ്കിൽ ഉദുവിന്റെയോ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഉദാഹരണം, ഇപ്പൊ പൈപ്പിൽ നിന്നൊക്കെയാണല്ലോ അധികം ഉദു എടുക്കുന്നത്. ഈ വെള്ളം ഒലിച്ചു പോകുന്നത് ഒരു വലിയ കുളത്തിൽ ഒരുമിച്ച് കൂടുന്നു. ഓരോരുത്തരും ഉദു എടുക്കുന്ന വെള്ളം കുറേശ്ശേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഒലിച്ച് ചെന്ന് 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 ഒരു ടാങ്കിൽ നിറഞ്ഞു. അങ്ങനെ ടാങ്കിൽ ഒരുപാട് 10ഓ 15ഓ കൊല്ലത്തൊക്കെ ആയി. എന്നാ പിന്നോട് കുഴപ്പമില്ല. അതാ ഫൈൻ ജുമിഅൽ മുസ്തഅമലു, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫബലഗ, അങ്ങനെ ആ മുസ്തഅമലായ വെള്ളം എത്തിക്കഴിഞ്ഞു. കുല്ലത്തൈനി, 2 കൊല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഫമുതഹിറുൻ, അപ്പൊ അതിന് തൊഹൂറായ വെള്ളം എന്ന് പറയും. മുതഹിർ പറഞ്ഞാൽ മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സ്വയം ശുദ്ധിയുള്ളതും. അതിനാണ് നമ്മളപ്പുറത്ത് തൊഹൂർ എന്നും പറയും. അത് തന്നെ മാവ് മുത്തലഖ് എന്നും പറയുന്നു. ഒരേ ആശയത്തിനാണ് അതൊക്കെ. ഏതുപോലെ
മുസ്താമലെ ഫർദിൽ മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടത് 2 കൊല്ലത്ത് കഴിഞ്ഞാൽ അത് തുഹൂറാവുന്നു. ഏതുപോലെ കമാലു ജുമിഅൽ മുതനജ്ജസു രണ്ടുണ്ട്. നജസാകപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നജസിനെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫബലഗ ഖുല്ലത്തൈനി, അങ്ങനെ ആ നജസിനെ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളവും തന്നെ നേരത്തെ അശുദ്ധി ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ ഒരുമിച്ച് കൂട്ടപ്പെട്ട് 2 കൊല്ലത്ത് പൂർത്തിയായാൽ അവിടെ വലം യതഗയ്യർ, അത് കൂട്ടി പറയണം. വെള്ളത്തിന് നേരിയ തോതിലുള്ള പകർച്ച പോലും ഇല്ല. അതാ വൈകല്ലാന്നാണ്. ഈ പകർച്ച തോനെ വേണമെന്നില്ല, കുറഞ്ഞ പകർച്ചയാണെങ്കിലും മതി. അപ്പൊ കുറഞ്ഞ തോതിലെങ്കിലുമുള്ള പകർച്ച ഇല്ലാതിരിക്കുകയും 2 കൊല്ലത്ത് തികയുകയും ചെയ്താൽ അങ്ങനെയല്ല. ഫബലഗ ഖുല്ലത്തൈനി വലം യതഗയ്യർ, 2 കൊല്ലത്ത് പൂർത്തിയായി, വെള്ളത്തിന് പകർച്ച തീരെ ഇല്ലാതെ വന്നു. ഇങ്ങനെ നജസിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കൊല്ലത്ത് പൂർത്തിയായി, അല്ലെങ്കിൽ ഫർളായ തത്ഹീറിൽ ഉപയോഗിച്ച വെള്ളം 2 കൊല്ലത്ത് പൂർത്തിയായി. പക്ഷേ കുളിയുടെയും ഉളുവിന്റെയും ഫർദിൽ ഉപയോഗിച്ച് പിന്നെ പകർച്ച എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിച്ചെടുത്ത് പകർച്ച എന്നൊരു പ്രശ്നമുണ്ട്, പകർച്ച ഇല്ലാതിരിക്കണം. ഇങ്ങനെ 2 കൊല്ലത്ത് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വൈകല്ല ബാധു, ഈ തികഞ്ഞ 2 കൊല്ലത്ത് തികഞ്ഞ മുസ്താമലായ വെള്ളമോ നജസിന് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അതൊരുമിച്ച് കൂട്ടി 2 കൊല്ലത്ത് തികഞ്ഞ് പകർച്ചയില്ലാത്ത ആയ ആ വെള്ളം പിന്നെ കുറഞ്ഞു. എങ്ങനെ ബിതഫ്രീഖിഹി, അതിനെ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒതു കൊടുക്കുന്ന വെള്ളമൊക്കെ വാടെ അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളമൊക്കെ വാടെ പോയിട്ട് ഒരു ടാങ്കിയിൽ നിറയാണ്. ഈ ടാങ്കിയിൽ ഒരുപാട് കൊല്ലത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ബക്കറ്റിലോ അതല്ലെങ്കിൽ ചെറിയ കപ്പിലോ ഒക്കെ കോരിയെടുത്തു. എന്നാലും അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, 2 കൊല്ലത്ത് തികഞ്ഞോടുകൂടി വെള്ളം തൊഹൂറായി. നീ തൊഹൂറായ വെള്ളം അതിൽ നിന്ന് കോരിയെടുത്ത് ഇപ്പൊ 2 കൊല്ലത്ത് തികഞ്ഞിട്ടില്ലല്ലോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. 2 കൊല്ലത്ത് തികഞ്ഞപ്പോ തൊഹൂർ എന്ന ഹുക്കുമ വന്നു കഴിഞ്ഞു. ഈ ഹുക്കുമ വന്നു കഴിഞ്ഞ വെള്ളം ഇനി അവിടുന്ന് കോരിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ 2 കൊല്ലത്ത് വേണമെന്നില്ല. അതുപോലെ തന്നെ നജസിൽ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്ത് തികഞ്ഞു, നോക്കുമ്പോൾ പകർച്ചകളൊന്നുമില്ല, ഇപ്പൊ തൊഹൂറായി. ഇനി അത് പാത്രത്തിൽ കോരിയെടുത്ത് അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോ തൊഹൂറ് എന്ന ഹുക്കുമ് 2 കൊല്ലത്ത് തികഞ്ഞ് പകർച്ചയില്ലാതെ വന്നപ്പോൾ തൊഹൂറ് എന്ന ഹുക്കുമ് വന്നു കഴിഞ്ഞു വെള്ളത്തിന്. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ 2 കൊല്ലത്തിൽ താഴെ പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫഅലിമ, ഇത്രയും പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു, അറിയപ്പെട്ടു. എന്താണ് അറിയപ്പെട്ടത്? അന്നൽ ഇസ്തിമാല, വെള്ളം മുസ്തഅമലാവുക എന്ന് പറയുന്ന ഈ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഫർളായ ശുദ്ധീകരണത്തിലോ നജസിനെ ശുദ്ധീകരിക്കുന്ന ഫർദിലോ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാണ് എന്ന് പറയുന്ന ഇസ്തിമാലി എന്ന ഹുക്കുമ് ലാ യസ്ബുതു, അത് സ്ഥിരപ്പെടുകയില്ല, ഇല്ലാ മാ ഖില്ലത്തിൽ മായി, വെള്ളം 2 കൊല്ലത്തിൽ താഴെ ഉണ്ടാവുമ്പോഴല്ലാതെ വെള്ളത്തിന് മുസ്തഅമലി എന്ന ഹുക്കുമ് വരുന്നില്ല. 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് ഫർദിൽ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിച്ചാലും വേണ്ടിയില്ല, എത്ര വട്ടം ഉപയോഗിച്ചാലും അത് മുസ്തഅമലി എന്ന ഹുക്കുമ് വരില്ല. മുസ്തഅമലി എന്ന ഹുക്കുമ് വരിക ഫർദിൽ ഉപയോഗിക്കുകയോ നജസ് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്ന വെള്ളം 2 കൊല്ലത്തിൽ താഴെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് മുസ്തഅമലി എന്ന ഹുക്കുമ് വരികയുള്ളൂ. മാത്രവുമല്ല ഐ വബഅദ ഫസ്ലിഹി, ആ വെള്ളം വേർപിരിഞ്ഞതിന് ശേഷവും അല്ലാതെ മുസ്തഅമലി എന്ന ഹുക്മ വരൂല. എന്തിൽ നിന്നിട്ട് വേർപിരിയ? അനിൽ മഹല്ലിൽ മുസ്തഅമലി, ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തിൽ നിന്നും പിരിയുകയും വേണം. അപ്പോഴേ എന്ത് വരുള്ളൂ? മുസ്തഅമലി എന്ന് വരുള്ളൂ. എന്ന് പറഞ്ഞാലിപ്പോ ഒരാളിപ്പം 2 ഉള്ളം കൈ കൊണ്ട് വെള്ളം കോരി. എന്തിനാ വെള്ളം കോരിയത്? കൈ കഴുകാൻ വേണ്ടിയിട്ട്. മുട്ട് ഉൾപ്പെടെ കൈ കഴുകൽ ഫർളാണല്ലോ, അതിന് വേണ്ടിയിട്ടാ കോരിയത്. ഈ വെള്ളം കയ്യില് ഇങ്ങോട്ട് മേൽപോട്ട് ഒഴുക്കി, അങ്ങനെ മുഴങ്കൈ വരെ മുഴങ്കൈ കഴിഞ്ഞിട്ട് തോളം കൈ വരെ എത്തി. അവിടുന്ന് പോന്നിട്ട് കഴുത്തിന്റെ അടുത്തെത്തിയാൽ വെള്ളം വേർപിരിഞ്ഞ വിധിയായി. അതുവരെ വെള്ളം ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല. പിരിയാത്തോടത്തോളം കാലം ഈ വെള്ളം മുസ്തഅമലാവൂല. എന്ന് പറഞ്ഞാൽ എന്താ?
കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയതോടുകൂടി തന്നെ ഉള്ളം കൈ ശുദ്ധിയായല്ലോ. അപ്പൊ ഉള്ളം കൈ ശുദ്ധിയായാലും ഫർളല്ലേ? അതെ, ആ ഫർളിൽ ഉപയോഗിച്ച വെള്ളം തന്നെയാണല്ലോ മുഴങ്കൈയിലേക്ക് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ അവയവത്തിൽ നിന്നിട്ട് വേർപിരിഞ്ഞിട്ടില്ല. ഈ അവയവത്തിൽ നിന്നിട്ട് വേർപിരിയുകയും വേണം. ഈ വേർപിരിഞ്ഞ വെള്ളം 2 കൊല്ലത്തിൽ താഴെയാവുകയും വേണം. അപ്പോഴേ മുസ്താമൽ എന്നുള്ള ഹുക്മ വരുള്ളൂ. അപ്പൊ 2 ഉപാധി: 1 2 കൊല്ലത്തിൽ താഴെയുള്ളതാണെന്നും 2 ഏത് സ്ഥലത്തെ ഫർളിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് നിയമപരമായി മുൻഫസിലായി പിരിയണം. അപ്പോഴേ ഹുക്മ വരുള്ളൂ എന്നർത്ഥം. ഈ വേർപിരിയ എന്ന് പറഞ്ഞ പോലെ ഹുക്കുമൻ അത് ബാഹ്യമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും നിയമപരമായി പിരിഞ്ഞാൽ മതി. എന്നാൽ എന്താവും? മുസ്താമലാവും. അതെങ്ങനെ? ബാഹ്യമായി പിരിയാതെ നിയമപരമായി പിരിയാന്ന് പറയുന്നത് കാഞ്ചാവസ, ഈ കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം വിട്ട് കിടക്കും പോലെ മങ്കിബൽ മുത്തവല്ലി, വുളു ചെയ്യുന്നവന്റെ മങ്കിബ് ചുമല് വരെ കൈയാണ്. കൈ കഴുകുന്ന ഫർള് മുട്ട് വരെ ഉള്ളെങ്കിലും ചുമല് വരെ കൈകൾ സുന്നത്തുണ്ട്. അപ്പൊ അതുവരെ എത്തുമ്പോൾ വേർപിരിഞ്ഞു എന്ന് പറയാൻ പറ്റൂല. അവിടെ നിന്ന് മേപ്പോട്ട് പോയാൽ പിരിഞ്ഞു എന്നായി. മനസ്സിലായി? വെള്ളം താഴത്ത് കൊലിച്ചോളന്നില്ല. ഈ ചുമലിൽ നിന്നിട്ട് മേപ്പോട്ട് കയറിക്കഴിഞ്ഞാൽ വെള്ളം പിരിഞ്ഞ ഹുക്കുമിലായി. ബാഹ്യമായി ഇപ്പോഴും ആ അവയവത്തിലൂടെ അങ്ങനെ ഒലിച്ചു പോകുന്നതാണ്. എന്നാലും അവിടെ ഹുക്കുമൻ പിരിഞ്ഞു എന്ന് വരും. അല്ലെങ്കിൽ ആ റുക്കുബത്തഹു, കാൽമുട്ടും കഴിഞ്ഞ് തൊടയിലേക്ക് ഇങ്ങോട്ട് കയറി. നെരിയാണി ഉൾപ്പെടെ കൈകളെ വുജൂബുള്ളെങ്കിലും മുട്ട് വരെ കൈകൾ സുന്നത്തുണ്ട്. അപ്പൊ ആ മുട്ട് വരെ എത്തി നിൽക്കുമ്പോഴൊക്കെ വെള്ളം ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞു എന്ന് വിധിയില്ല. മുട്ടിന്റെ മേപ്പോട്ട് കയറിയാൽ അവയവത്തിൽ നിന്ന് പിരിഞ്ഞു എന്നുള്ള ഹുക്കുമായി. അപ്പം ബാഹ്യമായില്ലെങ്കിലും നിയമപരമായെങ്കിൽ നിലക്കെങ്കിലും ഈ അവയവത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷം 2 കൊല്ലത്തിൽ താഴെ വരുമ്പോഴാണ് മുസ്തഅമരി എന്ന വിധി വരുന്നത് എന്ന്. അവിടെ പിന്നീട് പിന്നെ ആദലി മഹല്ലിഹി, പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നാലും വേണ്ടില്ല, വെള്ളം മുസ്തഅമലാവും. ഇപ്പൊ പറഞ്ഞേക്ക് കൈ കഴുകിയ വെള്ളം ചുമലിൽ നിന്ന് കുറച്ച് മേപ്പോട്ട് പോയിട്ട് പിന്നെ കീപ്പോട്ട് തന്നെ ഒലിച്ചു വന്നു, എന്നാൽ അത് മുസ്തഅമൽ തന്നെയാണ്. അതുപോലെ തന്നെ മുട്ടിന്റെ മേപ്പെട്ട് തൊട വരെ കയറിയ വെള്ളം കീപ്പോട്ട് തന്നെ ഒലിച്ചു വന്നു, എന്നാൽ അത് മുസ്തഅമലാണ്. ഈ 2 നിബന്ധന, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമായിരിക്കുക എന്നും അതോടുകൂടി കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്നും വിട്ടുപിരിയുക എന്നയും, ഈ 2 ഉപാധി ഉണ്ടാവുമ്പോൾ മാത്രമാണ് വെള്ളം മുസ്തഅമലാകുന്നത്. അവയവത്തിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മുസ്തഅമലാവൂല. 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതും മുസ്തഅമലാവൂല. എന്നാൽ ഇതിങ്ങനെ അങ്ങോട്ട് കയ്യുമ്പോ കൂടെ ഒലിച്ചു എന്നതാണല്ലോ. ഇവിടെ വിട്ടുപിരിഞ്ഞാലും കുഴപ്പമില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതാ പറയുന്നത് നാം ആ ഒരു ഇസ്തിദ്റാക്കിന്റെ നാമ. ഇങ്ങനെ പറഞ്ഞതിൽ നിന്നിട്ട് ഒരു ഇസ്തിദ്റാക്കി ലാക്കിൻ അർത്ഥത്തിന് ലാ യദുറു ഫിൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരന് മുദിറല്ല എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഅമരി എന്ന ഹുക്മ വരൂലാന്ന്. അവിടെ ലാ യദുറു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. എന്ത്? ഇൻഫിസാലുൽ മായി, വെള്ളം പിരിഞ്ഞു വരൽ, മിനൽ കഫി, മുങ്കയിൽ നിന്നും ഇലസായിദി, മുഴങ്കയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? നമ്മളിപ്പോ മുങ്കയിൽ കോരിയെടുത്ത വെള്ളം കൈകൊണ്ട് ഇങ്ങനെ മറിക്കുമ്പോൾ ഒലിച്ചിങ്ങനെ വരിക സാധാരണഗതിയിൽ ചെയ്യുക. അപ്പൊ പിരിയാതെ അവയവത്തിലൂടെ വരികയാണ്. ആ സ്ഥാനത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ഉള്ളം കൈയിൽ നിന്നിട്ടും മുഴങ്കയിലേക്ക് പെട്ടെന്ന് ഇങ്ങോട്ടാക്കാൻ പോകുമ്പോ എന്തായിപ്പോയി? വെള്ളം ഉള്ളം കൈയിൽ നിന്നിട്ട് തെറിച്ചിട്ട് മുഴങ്കയിലേക്ക് വന്ന് വീണു, ഒലിച്ച് എന്നൊക്കെയല്ല. അപ്പോ മുങ്കയിൽ നിന്നിട്ടും വെള്ളം വേർപിരിഞ്ഞ് മുഴങ്കയിൽ വന്ന് വീഴുകയാണല്ലോ ചെയ്തത്. അപ്പൊ സംഗതി വെള്ളം അവയവത്തിൽ നിന്നിട്ട് പിരിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? കൈ ഒരവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു അവയവത്തിൽ സാധാരണഗതിയിൽ ഉള്ളം കൈയിൽ നിന്നിട്ടും മുഴങ്കയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു വരാൻ സാധ്യതയുള്ളതായതുകൊണ്ട് അത് ഇസ്തിമാലിന്റെ ഹുക്കുമ് വരുന്നില്ല. സംഗതി ബാഹ്യമായി എന്താകുന്നുണ്ട്? അവയവത്തിൽ നിന്നിട്ട് പിരിയുന്നുണ്ട്, എങ്കിൽ പോലും പിരിഞ്ഞ ഹുക്കുമ് അതിന് വരുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ വലാഫിൽ ജുനുബി, ജനാബത്ത് കുളിക്കുന്നവനിൽ പ്രശ്നമില്ല, മുദിറല്ല. എന്ത്? ഇൻഫിസാലുഹു, ഈ വെള്ളം അവയവത്തിൽ നിന്നിട്ട് പിരിഞ്ഞ് മറ്റൊരവയവത്തിലേക്ക്, മിനർ റൈസി, തലയെ പാർന്ന വെള്ളം ആ തലയിൽ നിന്നിട്ട് ഇങ്ങനെ ഒലിച്ചു വരലാണ് സാധാരണ. എന്നാൽ ഒലിച്ചു വരുന്നതിന് പകരം ഇലാനഹവി സ്വദിരി, നെഞ്ഞി അരക്കെട്ട് കാല് പോലത്തതിലേക്ക് തലയിൽ നിന്നിട്ടും വെള്ളം തെറിച്ചു വരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണ്? കുളിക്കുന്നവനെ സംബന്ധിച്ച് ശരീരം ഒന്നിച്ച് ഒരവയവമാണ്. അതോടുകൂടി
തലയിൽ വെള്ളം പാർന്നാൽ സാധാരണഗതിയിൽ ഒലിച്ചു വരലാണെങ്കിൽ പോലും കീപ്പോട്ട് തെറിക്കുക എന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് ഉള്ളം കൈയിൽ നിന്നിട്ട് മുഴങ്കൈയിലേക്ക് ഒലിച്ചു വരലാണ് സാധാരണയെങ്കിലും മുഴങ്കൈയിലേക്ക് തെറിച്ചു വീഴാൻ സാധാരണ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ മുൻഫസിലിന്റെ ഹുക്കുമ് വരുന്നില്ല. ഈ പറഞ്ഞതിന്റെ ഒരു മാനദണ്ഡം പറഞ്ഞ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ച് വീഴൽ സാധാരണഗതിയിൽ പതിവുള്ളത്. അപ്പൊ തലയിൽ പറഞ്ഞ തലേന്ന് കീപ്പോട്ട് ഇങ്ങനെ ഒലിച്ചു വരലും അതോടുകൂടി തന്നെ തെറിച്ചു വീഴലും രണ്ടും സാധാരണ. കയ്യിൽ നിന്നിട്ട് മുഴങ്കൈയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒലിച്ചു വരുമ്പോൾ തന്നെ തെറിച്ചു വരാനും സർവ്വസാധാരണമാണ്. ഇങ്ങനെ പതിവായ വാലിബായ നിലക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് തെറിക്കൽ പതിവുള്ള അത്തരം സ്ഥലത്ത് അവയവങ്ങളിൽ നിന്ന് പിരിഞ്ഞതായി കണക്കാക്കേണ്ടതില്ല എന്ന്. ചെറിയൊരു വിഷയമാണ്, പക്ഷെ ചെറിയ വിഷയമാണെങ്കിലും കുറച്ച് പ്രാധാന്യമുള്ള വിഷയമാണ്. ആ ഇത്റാഫിന്റെ മസലയാണ് പാപ്പ പറയുന്നത്. ഇത്റാഫിന്റെ മസല അത് നമ്മളെ ബാവസ്ഥാദ് പറയുന്ന ആ ശൈലി ആവൂല ഫത്ഹുൽ മുഈന്റെ ശൈലി. കാരണം ഫത്ഹുൽ മുഈന്റെ ശൈലി എന്ന് പറഞ്ഞാൽ സർവ പഴയ ഇബാറത്തിന്റെ ശൈലിയായിരിക്കും. അത് ആ രീതിയിലാണ് അതിന്റെ രീതി ഉണ്ടാകുക. അതേസമയത്ത് ബാവസ്ഥാദിന്റെ ഖുലാസയാകുമ്പം അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലളിതമായ ശൈലിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് വേഗം മനസ്സിലാവും. അവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണത്? ഫറോൻ ഇപ്പൊ നമ്മള് മുസ്തഅമിലിന്റെ ഹുക്മ് പറഞ്ഞോടത്ത് പ്രത്യേകം പറയേണ്ട ഒരു വിഷയമാണ്. ലൗ അദ്ഖലൽ മുതവല്ലിഉ, വുളു ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വുളു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പ്രവേശിപ്പിച്ചാൽ, കടത്തിയാൽ, എന്തിനെ? യദഹു, തന്റെ കയ്യെ. എങ്ങനെയാണ് കടത്തിയത്? ബിഖസ്ദിൽ ഗുസ്ലി അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തോടു കൂടി, വലിയ ശുദ്ധി ഉയർത്താനാണെങ്കിൽ വലിയ ശുദ്ധി ഉയർത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടി, അതല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നവനാണെങ്കിൽ ചെറിയ ശുദ്ധിയെ ഉയർത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടി വെള്ളത്തിൽ കൈയിട്ടു. വുളു ചെയ്യുന്നവരാണെങ്കിൽ വുളുവിന്റെ നിയ്യത്തിന്റെ ശേഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശുദ്ധീകരിക്കാതെ എന്നൊന്നും പ്രത്യേകം കരുതിയിട്ടില്ല. പക്ഷെ എപ്പോഴാണത്? ബാദനിയ്യത്തിൽ ജുനുബി, ജനാബത്തുകാരൻ ജനാബത്തിന് ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്തതിന് ശേഷം. വുളു ചെയ്യുന്നവരാണെങ്കിലോ ഔ തസ്ലീസി വജ്ഹിൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ മുഖം 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം. ബാക്കിയുള്ള ഫർളായ ഉപയോഗത്തിന് എന്ന് കരുതിയാലും വേണ്ടിയില്ല, ഒന്നും കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. കാരണം എന്താ? മുഖം 3 വട്ടം കഴുകി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും ഒരു വുളു ചെയ്യുന്നവരെ സംബന്ധിച്ച് പിന്നെ ഫർളായ കഴുകൽ കൈ 2 മുട്ടുൾപ്പെടെയുള്ള കഴുകല. അപ്പൊ ആ കഴുകാൻ വേണ്ടിന്ന് കരുതിയാലും വേണ്ടിയില്ല, ഇനി ഒന്നും കരുതാതിരുന്നാലും വേണ്ടിയില്ല. അതുപോലെ തന്നെ ജനാബത്തുകാരൻ ജനാബത്ത് കുളിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തതിന് ശേഷം എപ്പം വെള്ളത്തിൽ കൈയിട്ടാലും. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, വുളു ചെയ്യുന്നൊരു മനുഷ്യൻ മുങ്കൈ കഴുകുമ്പോ കൈ പാത്രത്തിൽ കോരിയെടുത്തു, വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടിയിട്ട് കോരിയെടുത്തു, മുഖം കഴുകാൻ വേണ്ടിയിട്ടും കോരിയെടുത്തു. അവിടെ ഒന്നും പ്രത്യേകം ഇഖ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം എന്നില്ല. കാരണം എന്താ? മുങ്കൈ കഴുകുന്നത് സുന്നത്തേ ഉള്ളൂ. സുന്നത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മുസ്തഅമലാവൂല. വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് സുന്നത്തേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാവൂല. പിന്നെ നിയ്യത്തോടു കൂടി ആദ്യം മുഖം കഴുകാണ്. മുഖം കഴുകാൻ വേണ്ടിയിട്ട് കോരുമ്പം കൈയിട്ടാൽ വെള്ളം മുസ്തഅമലാവൂലല്ലോ. കാരണം എന്താ? ഫർദിൽ ഉപയോഗിക്കൽ മുഖത്ത് വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോ ഒരു പക്ഷേ മുഖം കഴുകിയതിന്റെ ശേഷം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതിക്കൊണ്ട് കോരി, അല്ലെങ്കിൽ 3 വട്ടം മുഖം കഴുകിയതിന് ശേഷം പിന്നെ വെള്ളം ഒരു കരുത്തും വേണ്ട, പ്രത്യേകിച്ച് കരുത്തൊന്നുമില്ല, ചെറിയ ശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോടുകൂടി മുഖം 1 വട്ടം കഴുകി, 2 വട്ടം കഴുകി, 3 വട്ടം കഴുകി. പിന്നെ ഇനി അവൻ കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും ഇനി അവന്റെ മേൽ ഫർദാവുന്നത് കൈമുട്ടോട് ഉൾപ്പെടെ കഴുകാനാണ് ആ സമയത്ത്. അപ്പൊ ജനാബത്തുകാരൻ ജനാബത്ത് ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി എപ്പം വെള്ളം
വെള്ളത്തിൽ കൈയിട്ടാലും. വുളു ചെയ്യുന്നവനാണെങ്കിൽ അശുദ്ധി ഉയർത്താൻ എന്ന നിയ്യത്ത് ചെയ്തതിന്റെ ശേഷം മുഖം കഴുകി കഴിഞ്ഞിട്ട് അവൻ വെള്ളത്തിൽ കൈയിട്ടു. മൂന്നും കൈകതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ 3 വട്ടം കൈകളാണല്ലോ സാധാരണ സുന്നത്ത്. ഇനി ഔ ബാദൽ ഹോസ്ലത്തിൽ ഊല, മുഖം ഒരട്ടേ കഴുകിയിട്ടുള്ളൂ. 1 വട്ടം മുഖം കഴുകിയതിന് ശേഷം തന്നെ ഇവൻ വെള്ളത്തിൽ കൈയിട്ടു. അതെപ്പോഴായും കസദല്ലിഹ ഫർദ് 1 വട്ടം കൈകലല്ലേ ഉള്ളൂ. ആ 1 വട്ടത്തിന്റെ മേൽ ചുരുക്കുന്നു എന്ന് കരുതി. അപ്പൊ 1 വട്ടം മാത്രം മുഖം കഴുകുന്നതിനാണ് ഉദ്ദേശമുള്ളൂ. അങ്ങനെ കഴുകിയ 1 വട്ടം കഴുകിയതിന് ശേഷം ഇനി മുഖം കഴുകാൻ ഉദ്ദേശമില്ല. അപ്പൊ പിന്നെ അടുത്ത് ഫർദാകുന്നത് കൈയാണ്. അപ്പൊ കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. എങ്ങനെ കൈയിട്ടു? തുടക്കത്തിൽ പറഞ്ഞു ലോ അത് ഖലൽ മുതവല്ലി യദഹു എന്ന് പറഞ്ഞു. വുളു ചെയ്യുന്നവൻ കൈയിട്ടു. എപ്പോ? ഒരുപക്ഷെ മുഖം 3 വട്ടം കഴുകിയതിന് ശേഷം, അതല്ലെങ്കിൽ 1 വട്ടം മാത്രമേ കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനുശേഷം, അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരും വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്തതിനു ശേഷം വെള്ളത്തിൽ കൈയിട്ടു. എങ്ങനെ കൈയിട്ടു? അവിടെ പ്രശ്നം. ബിലാനിയ്യത്തി ഇഖ്തിറാഫിൻ, ഇഖ്തിറാഫിന്റെ നിയ്യത്ത്, അതാ വെള്ളം കോരിയെടുക്കുക എന്ന നിയ്യത്ത്. ആ നിയ്യത്ത് ഇല്ലാതെ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഉദൂർക്കുന്നവൻ വെള്ളത്തിൽ കൈയിട്ടു, അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കാരൻ ജനാബത്തിന് ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്തതിനു ശേഷം വെള്ളത്തിൽ കൈയിട്ടു. ഈ കൈയിടുമ്പോൾ കോരിയെടുക്കുക എന്ന ഉദ്ദേശം കരുതിയില്ല. കോരിയെടുക്കുക എന്നല്ലെങ്കിൽ വല കസദ അഹ്ദൽ മായിലി വർദ്ദിൻ ആഖറ, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെള്ളം കോരുന്നു എന്ന് കരുതിയില്ല. എന്ന് പറഞ്ഞാൽ ദാഹിച്ച് ഒരാൾക്ക് അങ്ങനെ ദാഹിച്ചതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതി കോരിയാ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ചെരുപ്പും കുറച്ച് അഴുക്കുണ്ട്, ആ ചെരുപ്പ് നിവൃത്തിയാക്കാൻ വേണ്ടി എന്ന് കരുതിയിട്ട് വെള്ളം കോരുന്ന കുഴപ്പമില്ല. അത് വർദ്ദിനാഹറ, ശുദ്ധീകരണമല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടി എന്നും കരുതിയിട്ടില്ല. ഇഖ്തിറാഫ് അഥവാ ശുദ്ധീകരിക്കാൻ വേണ്ടി കോരിയെടുക്കുകയാണ് എന്നും കരുതിയിട്ടില്ല. എന്നാൽ സ്വാറ മുസ്തഅമലൻ, ഈ വെള്ളം മുസ്തഅമലായിത്തീരും. ബിന്നിസ്ബത്തിൽ ഗൈരി യദിഹി, ഈ കൈ അല്ലാത്ത മറ്റു ഭാഗത്തേക്കുള്ള ചേർത്ത് വെക്കും. കയ്യിൽ കുഴപ്പമില്ല, കയ്യിൽ കോരി വെള്ളം കയ്യിൽ ഉപയോഗിക്കുക, അതിനപ്പുറം വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഫലഹു, ഈ കോരിയെടുത്തവന് പറ്റുമയോ ബിമാഫിഹ, ഈ കയ്യിൽ കോരിയെടുത്ത വെള്ളം കൊണ്ട് കഴുകുക, ബാക്കി സായിദിഹ, മുഴങ്കൈയിലെ ബാക്കി ഭാഗമൊക്കെ കഴുകുക. വേറൊരു അവയവത്തിലേക്ക് പറ്റൂല. കാരണം എന്താ? മുഖം കഴുകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 വട്ടം കഴുകിയിട്ട് 2-3 വട്ടം കഴുകാൻ ഉദ്ദേശിക്കാത്ത ഒരു മനുഷ്യൻ, അവന് പിന്നെ രണ്ടാമത് ഫർളാവുന്നത് കൈ മുട്ടോടുകൂടി കഴുകലാ. അപ്പൊ അത് കരുതിയാലും വേണ്ടിയില്ല, കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഇഖ്തിറാഫോ മറ്റ് പുറമെ ഒന്നുമല്ലാത്ത വേറെ ആവശ്യമോ കരുതാതെയാണ് വെള്ളത്തിൽ കൈയിട്ടതെങ്കിൽ ഇഖ്തിറാഫിന്റെ നിയ്യത്ത് വേണം, അല്ലെങ്കിൽ വെള്ളം മുസ്തഅമലാവും. എന്നാ മുസ്തഅമലാവുമെങ്കിലും ഈ കോരി എടുത്ത വെള്ളം കൈകൊണ്ട് ഉപയോഗിക്കുക, കയ്യിൽ ഉപയോഗിക്കാം, വേറെ ആവശ്യത്തിന് പറ്റൂല. അപ്പോ അതൊരു സാധാരണ ചർച്ചാ വിഷയമാവുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഇബാറത്തിനെ പറ്റിയല്ല. വിഷയം എന്താന്ന് വെച്ചാല്, ഇപ്പൊ പരിഷ്കരിച്ച ആളുകളുടെ ഒരു ശൈലിയുണ്ട്, വെള്ളത്തിൽ കൈയിട്ട് തുതു കൊടുക്കുന്ന ഒരു ശൈലി, ബക്കറ്റിൽ വെള്ളം കോരി വെച്ചിട്ട് ഉതു കൊടുക്കുന്ന ഒരു ശൈലി. അത് എല്ലാത്തിലും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ ആശയക്കാരുടെ ചില കളികളുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിലും പുതിയത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കളിയാണ്. എന്നാൽ അവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ പറ്റും. എങ്ങനെ? ബക്കറ്റിൽ കോരി വെച്ച് വെള്ളം കൊണ്ട് ഉതു കൊടുക്കുമ്പോ മുങ്കൈ കഴുകുമ്പോൾ സാധാരണ പോലെ ബക്കറ്റിൽ കൈയിട്ട് നെജസില്ലെങ്കിൽ കൈയിട്ട് ഉതു കൊടുക്കുക. മുങ്കൈ വായും വെള്ളം കൊപ്പിളിക്കുവാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും വേണ്ടിയിട്ടും ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കുക. മുഖം കഴുകാൻ വേണ്ടിയിട്ടും ബക്കറ്റിൽ നിന്നിട്ട് കൈയിട്ട് കോരിയെടുക്കുക. ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ കൈയാണല്ലോ ഫർദ്. ഈ കൈ കഴുകുന്ന സമയത്ത് ഒരു പക്ഷേ ബക്കറ്റിൽ കൈയിടാതെ ബക്കറ്റിൽ നിന്ന് വെള്ളം കൈയിലേക്ക് ചൊരിച്ചിട്ട് കൈ കഴുകുകയോ, അതല്ലെങ്കിൽ വെള്ളം കൈയിട്ട് കോരുന്ന സമയത്ത് ഞാൻ വെള്ളം മുക്കിയെടുക്കുകയാണ്, കോരിയെടുക്കുകയാണ്, അഥവാ ഇഖ്തിറാഫ് ചെയ്യുകയാണ് എന്ന് നിയ്യത്ത് വേണം.
അല്ലാതിരുന്നാൽ ഈ വെള്ളം, ബാക്കിയുള്ള വെള്ളം, ബക്കറ്റിലുള്ള ബാക്കി വെള്ളം മുസ്താമലായി പോവും. കൈ കിട്ടിയോണ്ട് ചെയ്യുക, രണ്ടാമത് ഞാൻ കോരാൻ പറ്റൂല. അപ്പൊ അവിടെ മാത്രം കരുതിയാൽ മതി. ഇപ്പൊ കൈ കഴുകാൻ വേണ്ടി, മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകാൻ വേണ്ടി വെള്ളം കോരുമ്പോൾ ഇർത്തിറാവ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അങ്ങനെ കൈ രണ്ടും കഴുകി കഴിഞ്ഞാൽ പിന്നെ തല തടകാൻ വേണ്ടിയിട്ട് വെള്ളം കൈ കൊണ്ട് കോരിയെടുത്താൽ അവിടെ പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാല് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കോരിയെടുത്താലും പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഇതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, മുഖം കഴുകി കഴിഞ്ഞാൽ വുളു ചെയ്യുന്നവനെ സംബന്ധിച്ച് പിന്നെ ഫർളാവുന്നത് കൈ കഴുകല. അപ്പൊ ഈ കൈ കഴുകാൻ വേണ്ടിയിട്ട് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈ ഇട്ടാൽ ഈ കൈ നനഞ്ഞ സ്ഥലം ശുദ്ധിയായി. അപ്പൊ അത് ഫർദിൽ ഉപയോഗിച്ച വെള്ളമായല്ലോ ബാക്കിയുള്ളത്. ഈ ഒരു വിധി വരാതിരിക്കാൻ വേണ്ടി കോരി എടുക്കുമ്പോ എന്ത് കരുതുക, ഇർത്തിറാഫ് ചെയ്യാണ് എന്ന് കരുതിയാ മതി. എന്നാൽ ബാക്കിയുള്ള വെള്ളത്തിന് കുഴപ്പമില്ല, ബാക്കിയുള്ളത് കൊണ്ട്. അതിപ്പോ വുളു എടുക്കുന്നവന് ഈ കൈ കഴുകാൻ വെള്ളത്തിൽ കൈയിടുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജനാപത്തുകാരനാണെങ്കിൽ അങ്ങനെയല്ല. അവൻ എന്താക്കണം, ശരീരത്തിന്റെ ഏത് ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് കോരിയെടുക്കുകയാണെങ്കിലും കൈയിട്ട് കോരലോടുകൂടി ആ കയ്യിന്റെ അശുദ്ധി വരും. അപ്പൊ ആ വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ ഈ കയ്യിലുള്ള വെള്ളം അല്ലാത്ത ബാക്കി ബക്കറ്റിലുള്ള വെള്ളം മുസ്താമലാവും. അപ്പൊ കോരി എടുക്കുകയാണെങ്കിൽ ഇർത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്തേ കോരാൻ പാടുള്ളൂ. വുളു എടുക്കുന്നവരാണെങ്കിൽ കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ ഇർത്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണെങ്കിൽ. 2 കൊല്ലത്തോ അതിൽ കൂടുതലുള്ളതാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ആയല്ലോ. ഇനി കുറച്ച് സമയം സാധാരണ പോലെ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സംശയം ചോദിക്കുക. അപ്പൊ തന്നെ സമയം പാടുമായി. കാരണം നമ്മൾ തുടങ്ങാൻ തന്നെ 10 മിനിറ്റ് താമസിച്ച് ഇവിടുത്തെ 4:15 കഴിഞ്ഞിട്ട് 4:20 അടുത്തെത്തിയതിന് ശേഷം തുടങ്ങി. 5 മണി കഴിഞ്ഞല്ലോ ഇപ്പം. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും അറിവനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് നമുക്കൊക്കെ ഇഹപര വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മശായിഖന്മാരുടെ, അസാത്തിദത്തിന്റെ, മുസന്നിഫീങ്ങളുടെ ഒക്കെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് സ്നേഹപൂർവ്വം മൈക്ക് കൈമാറുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ ഉപകാരമുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഉസ്താദെ. വളരെ നന്നായിട്ടുണ്ട് ഉസ്താദെ. ഉസ്താദെ, ഞാൻ ഉസ്താദിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇബാറത്തിൽ അവിൻ തഖല മിൻ യദിൻ ലി ഉഖ്റ, ഒരു കൈ മറ്റേ കൈയിലേക്ക് നീങ്ങി വെള്ളം എന്ന് പറയുന്നു ഉസ്താദെ. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ കൈ കഴുകുമ്പോൾ 2 കൈയും ഒന്നിച്ചിട്ടാണല്ലോ പിടിച്ചിട്ട് ഓരോ കൈക്കും ഇങ്ങനെ പാരുക. അപ്പോൾ ഈ 2 കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് വെള്ളം ഇടത്തെ കൈയിലേക്കും ഇടത്തെ വലത്തേക്കും ആകുമ്പോൾ ഒരു കൈയിൽ നിന്ന് മറ്റേ കൈയിലേക്ക് നീവുക എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് വേണം ഉസ്താദെ? അല്ല ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നിൽ തന്നെ പെട്ടിട്ട്, നേരെ ഉസ്താദ് പറഞ്ഞല്ലോ പിന്നെ തലയിൽ ഒഴിക്കുന്നത് ശരീരത്തേക്ക് ഒന്നായി ബാധിക്കുന്നു, അപ്രകാരം മതിയോ എന്നതാണ് ഉസ്താദെ. വേറൊരു ചോദ്യം കൂടിയുണ്ട്, ഞാൻ മൈക്ക് വിടുന്നു. ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും. ഹലോ ഉസ്താദ്, അബൂഷാഖ് ഉസ്താദ് DC ആയോ? ആനുരാജിക ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷെ ഉസ്താദ് കേട്ടോന്ന് അറിയില്ല. അബൂഷാഖ് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്താലേ, അല്ലെങ്കിൽ ആജിക്ക് ഒന്നുകൂടി ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ കുറച്ച് വിശാലമായിട്ടുള്ള ചോദിക്കുന്നതാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കൊണ്ട് മാനപ്പടക്കുന്ന ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങള്. പെട്ടെന്ന് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അബൂഷാഖ് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്താല്.
അല്ലെങ്കിൽ ഇൻഷാല്ല ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവല്ലോ ഉസ്താദ്. അപ്പോ ആലുരാജിക്ക് ഒന്നും കൂടി മൈക്കിൽ വന്നാൽ മതി ഇൻഷാല്ല. അബുഷാക്കർ ഉസ്താദ്, എനിക്ക് ഉസ്താദ് DC ആയിട്ടുണ്ട്. അല്ല ഉസ്താദ് മൈക്ക് വിട്ടു. ഇബാറത്തിന്റെ ഹല്ല് വേണമെങ്കിൽ ഇബാറത്തൊന്നും നോക്കാതെ അങ്ങനെ പറയാൻ കഴിയില്ല. അജര് ഇബാറത്ത് നല്ലോണം ശ്രദ്ധിച്ചു കാണണം. ഞാനും ഓരിയപ്പോ ശ്രദ്ധിക്കായില്ല, രണ്ടാമത് അതിനെപ്പറ്റി ഹല്ല് ചെയ്ത് പറയണമെങ്കിൽ ഇബാറത്ത് ഒന്ന് നോക്കിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ. അത് ഇൻഷാല്ല നോക്കി പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എനിക്കിത് നോക്കി പൂർത്തിയാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നീണ്ട ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ അങ്ങനെയാണല്ലോ. നോക്കി പറഞ്ഞുതരാം, അത്രേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ഒഴിവാക്കിയതല്ല, ഇബാറത്ത് നോക്കിയതിന്റെ ശേഷം പറഞ്ഞുതരാം. അടുത്ത ആള് മസല ഉണ്ടെങ്കിൽ അടുത്ത ആള് ചോദിച്ചോളൂ. സാറേ, ഇവിടെ ഒരു ദിവസം വെള്ളം ഉണ്ടായില്ല ഫ്ലാറ്റിൽ. അങ്ങനെ ഇവിടെ വെള്ളം ബലദിയ എന്തോ പ്രശ്നമായിട്ട് ബന്ധായിരുന്നു. അപ്പോൾ AC-യിൽ വർക്ക് ചെയ്ത വെള്ളം ഒരു വയറ് വഴി ഒരു ബക്കറ്റിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. നജസൊന്നുമല്ല. ആ വെള്ളം ഈ മുത്തലക്കായ വെള്ളമായി നമുക്ക് പറ്റുമോ സാറേ? അല്ല ഇതിന് വേറെ വല്ലതും ഉണ്ടോ? ഇത് യഥാർത്ഥ വെള്ളമല്ല, AC-യിൽ നിന്ന് തണുത്തതിൻ്റെ കംപ്രസറിൻ്റെ ഇത് തണുത്തായി ഉപയോഗിക്കുന്നത്. ഒരാൾ ഉള്ളു കൊടുക്കുന്നത് കണ്ടു. എന്നുവെച്ചാൽ എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാനതൊന്നും കൈയിട്ടില്ല ഉസ്താദ്. ഒന്നത് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. AC-യിൽ നിന്നിട്ടുണ്ടാകുന്ന വെള്ളം AC വെള്ളം എന്ന കൈതോടുകൂടി പറയേണ്ടതല്ല. പിന്നെ അത് താഹിറാണ് താനും. സാധാരണ വെള്ളത്തിന്റെ കണികകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെത്തേഡ് അനുസരിച്ച് തന്നെ എന്താണ് ഓക്സിജനും നൈട്രജനും കൂടി സംയോജിച്ചിട്ട് ഉണ്ടാവുന്ന വെള്ളം തന്നെയാണ് AC-യുടെ വെള്ളം. അതിന്റെ ചൂട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സംവിധാനിച്ച സംവിധാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ളൂ. തൊഹൂറായ വെള്ളത്തിന്റെ പരിധിയിൽ വരുന്നതിന് യാതൊരു കുഴപ്പമുള്ളതല്ല. കാരണം മുത്തലക്കായ വെള്ളം എന്ന് പറയുമ്പോൾ ഉപാധിയോടുകൂടി മാത്രം പറയാനേ പറ്റൂ. ഉപാധി ഇല്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ പരിധിയിലല്ല. ഇത് മാവ് മുത്തലക്കിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് പകർച്ചയൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് ഉതു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്സലാമലൈക്കും. ഫർളായ കുളി കളിക്കുമ്പോഴുള്ള ഇഫ്തിറാഷിന്റെ നിയ്യത്ത് വെക്കൽ ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദെ? ഇർത്തിറാഫിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാലേ അത് ഫർളായ കുളി ആയാലും വേണ്ടിയില്ല, വുളു ആയാലും വേണ്ടിയില്ല. ഇർത്തിറാഫ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ഇത് കുളിക്കുകയല്ല, വെള്ളം കോരുകയാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കയ്യില് ഉദാഹരണം ബക്കറ്റിൽ നിന്നിട്ട് വെള്ളം കോരുന്നു, നമ്മൾ കപ്പ് കൊണ്ട് വെള്ളം കോരുന്നു. ഈ കോരുന്നത് കൊണ്ട് ഞാൻ വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് മനസ്സിൽ കരുതണം. അതാണ് ഇത്റാഫ്. ഇത്റാഫ് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് കരുതുക. അല്ലാതെ എന്തല്ല ഇതുകൊണ്ട് കുളിക്കുകയാണ് എന്നല്ല കരുതുക. അപ്പൊ കോരിയെടുത്ത കിട്ടിയ ഈ കപ്പിൽ കിട്ടിയ വെള്ളം പിന്നെ ഒഴിച്ചോട്ടെ, അതുകൊണ്ട് കുളിക്കാൻ തന്നെ കരുതുക. ശരീരത്തിൽ ഒഴിക്കുമ്പോൾ കുളിക്കാന്ന് കരുതുക, അത് പ്രത്യേകം കരുതി കൊള്ളുന്നില്ല. എന്നാൽ പാത്രത്തിൽ നിന്ന് ഇപ്പൊ ഉദാഹരണം 2 കൊല്ലത്തിൽ താഴെയുള്ളതാണല്ലോ 10 ലിറ്ററിന്റെ അല്ലെങ്കിൽ 12 ലിറ്ററിന്റെ, ചില ഒരു 8 ലിറ്ററിന്റെ ഒക്കെ ബക്കറ്റിലായിരിക്കും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാകുക. ആ വെള്ളത്തിൽ നിന്ന് കൈമുട്ടുന്ന നിരക്ക് കോരുകയാണെങ്കിൽ അവിടെ വെള്ളം കോരുകയാണ് എന്ന് കരുതണം എന്ന്. എന്തല്ല കുളിക്കുകയാണ് എന്നല്ല, വെള്ളം കോരുകയാണ്. ഈ ബക്കറ്റിൽ നിന്നിട്ട് നമ്മൾ കപ്പ് കൊണ്ട് അല്ലെങ്കിൽ പാട്ട കൊണ്ട് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് കരുതണം. അതാ പറഞ്ഞത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു നിയ്യത്തോ അറബിയിലുള്ള കരുത്തോ ഒന്നും വേണ്ടതില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് വെള്ളം കുളിക്കല്ല, ഞാൻ ഇത് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന കരുത്തുണ്ടാകുക. ഓക്കെ. അസ്സലാമലൈക്കും. ഉസ്താദ് ക്ഷമിക്കുക, കാരണം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സംബന്ധിച്ച ചോദ്യമല്ല, ഒരു ഉംറയുടെ ചോദ്യം, ഒരു സംശയമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. സൗകര്യമുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ഉംറ ചെയ്ത് തഹല്ലുലാകുന്ന സമയത്ത് ഞാൻ തഹല്ലുലാകുമ്പോൾ ഞാൻ തന്നെ മുടി കളഞ്ഞാൽ മതിയോ, അല്ല വേറെ ആളെ കൊണ്ട് മുടി കളിയിപ്പിക്കണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആളെ കൊണ്ട് കളിയിപ്പിക്കുമ്പോൾ അദ്ദേഹം തന്നെ
തഹല്ലുൽ ആയ ആളാവണോ അല്ല തഹല്ലുൽ ആവാത്ത ആളാവണോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിധി ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടതല്ല, എന്നിരുന്നാലും ഉസ്താദും സഹകരിക്കണമെന്ന് പറയുന്നു. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പലർക്കും കേൾക്കുന്നില്ല നിങ്ങളെ ശബ്ദം. എനിക്ക് കേൾക്കുന്നുണ്ട്, വേറെ വിഷയം. എനിക്ക് കേൾക്കുന്ന ഇവിടെ സ്പീക്കർ പ്രത്യേകം വെച്ചത് കൊണ്ടാ. നമ്മളെ ഡോക്ടർ നാസറിന്റെ പ്രത്യേക സംഭാവനയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഇനി സുഹൃത്തുക്കൾ ബേജാറാവൊന്നും വേണ്ട, ഇന്ന് ഓതിയ ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചോളന്നില്ല. പക്ഷേ ഇപ്പോൾ ഫിഖ്ഹിന്റെ സമയമായതുകൊണ്ട് ഫിഖ്ഹിയായ കാര്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മളിവിടെ നിബന്ധന പറയാറുള്ളൂ. ഇന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നിട്ടാവാം, അത് നല്ലത് തന്നെയാണ്. അല്ലാതെയും ആവാം. പക്ഷേ എന്താവരുത്, മറ്റ് ചരിത്ര സംബന്ധമായതോ ഖുർആൻ തഫ്സീർ സംബന്ധമായതോ ആത്മസംസ്കരണ അതാകരുത്. അതിനൊക്കെ പ്രത്യേക ഉസ്താദന്മാരും പ്രത്യേകം സമയമുള്ളതുകൊണ്ട് അതൊക്കെ അതാതിന്റെ സമയത്ത് ചോദിക്കാം. ഇപ്പൊ ഫിഖിയായ ഏത് കാര്യവും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത്, ഒരാള് ഉംറയ്ക്ക് ഹറാം ചെയ്തു പോയി, കഅബ ഷരീഫ് തവാഫ് കഴിയുകയും അനന്തരം സഫാ മർവക്കിടയിൽ സഅയ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ മേൽ ഫർളായത് മുടി നീക്കലാണ്. ഈ മുടി നീക്കുക എന്ന് പറയുന്ന ഫർള് ഈ വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റൊരാളോട് ചെയ്യിക്കുകയാണോ വേണ്ടത്? അങ്ങനെ മറ്റൊരാളോട് ചെയ്യിക്കുകയാണെങ്കിൽ അയാൾ ഇഹ്റാമിലില്ലാത്ത ആളായിരിക്കണം എന്ന് ഷർത്തുണ്ടോ എന്നാണ് ചോദ്യം. സാന്ദർഭികമായി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഉംറകൾ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഉംറ ചെയ്ത് പൂർത്തിയാക്കിയ മനുഷ്യൻ സഅയ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുടി നീക്കേണ്ട സമയമായല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി മുടി നീക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. വേണമെങ്കിൽ സ്വന്തം തന്നെ മുടി നീക്കാം. ഇനി മറ്റൊരാളോട് നീക്കിക്കുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ നീക്കിക്കുകയാണെങ്കിൽ ആ മുടി നീക്കിത്തരുന്ന രണ്ടാമത്തെ വ്യക്തി ഇഹ്റാമിലല്ലാതിരിക്കണം എന്ന് ഷർത്തില്ല. ഇഹ്റാമിലുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സ്വന്തമായി തന്നെ തഹല്ലുലിന്റെ വഖത്ത് കടന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് തന്റെ തഹല്ലുലിന് നിയ്യത്ത് വെച്ചുകൊണ്ട് മുടിയെടുക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഓക്കെ, അവനവന് സ്വന്തം തന്നെ മുടിയെടുക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളോട് എടുപ്പിക്കാം. ഈ എടുപ്പിക്കുന്ന ആള് ഇഹ്റാമിലായാലും കുഴപ്പമില്ല, ഇഹ്റാമിൽ നിന്നിട്ട് വിരമിച്ചവനായാലും കുഴപ്പമില്ല. രണ്ടായാലും തെറ്റൊന്നുമില്ല, ജായിസാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂറുൽ ഈമാൻ മൈക്ക് എടുക്കാത്തതുകൊണ്ട് മൈക്ക് എടുത്താണ്. ഓക്കെ, ഒരു ചോദ്യം വന്നിരുന്നു മറ്റേ റേഡിയോ ശ്രോതാവിന്റെ. ആരും ചോദിച്ചോന്ന് അറിയില്ല, ഞാൻ ക്ലാസ്സിൽ കുറച്ചു നേരത്തേക്ക് ഇല്ലായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആയും മൂന്നാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേലിൽ സ്വലാത്തും ചൊല്ലിയാൽ ആ നിസ്കാരം സഹിയാകുമോ എന്നായിരുന്നു ചോദ്യം. മുഹമ്മദ് റഫീഖ് എന്ന ആളാണ് ചോദിച്ചത്. റേഡിയോ ശ്രോതാവാണ്. മൈക്ക് റിലീസ്. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതാം. രണ്ടാം തക്ബീറിന് ശേഷം വേണമെങ്കിലും ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഒന്നാം തക്ബീറിന് ശേഷം ആവൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ രണ്ടാം തക്ബീറിന് ശേഷം സ്വലാത്ത് ആവൽ ഷർത്ത് തന്നെയാണ്. ദുആ മൂന്നാം തക്ബീറിന് ശേഷം ആവലും ഷർത്താണ്. രണ്ടാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലി ദുആവും ചെയ്തെങ്കിൽ മൂന്നാം തക്ബീറിന് ശേഷം വീണ്ടും ദുആ ആവർത്തിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫാത്തിഹ ഒന്നാം തക്ബീറിന് ശേഷം ആവണം എന്ന് ഷർത്തില്ല. അത് നാലിൽപ്പെട്ട ഏതെങ്കിലും ഒരു തക്ബീറിന്റെ ഇടയിലായാൽ മതി ഫാത്തിഹ. പക്ഷേ സ്വലാത്ത് രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആവണം എന്നതും ദുആ മൂന്നാം തക്ബീറിന് ശേഷം ആവണം എന്നതും ഷർത്താണ്. അത് സ്ഥലം മാറിയാൽ സഹിയാവുകയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിലും ദേഷ്യപ്പെടില്ല എന്ന് കരുതുകയാണ്. ഈ
ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കളവ് പറഞ്ഞു എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പിന്നീട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുകളും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഹദീസ് പണ്ഡിതന്മാരുടെ മതം. അത് ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? പിന്നീട് ഇപ്പോഴും അതുപോലെ തന്നെ ആ വിഷയങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതല്ലേ എന്ന് ചെറിയ ചോദ്യമുണ്ട്. അസ്സലാമു അലൈക്കും. ഉസൂലുൽ ഹദീസ് സംബന്ധമായ ഒരു സംശയമാണ് സുഹൃത്ത് ചോദിച്ചത്. അത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഫിഖ്ഹിന്റെ ഇടയിൽ കയറി പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഉസൂലുൽ ഹദീസിൽ. ഹദീസ് മൗദൂ ആവുന്നത് എപ്പോൾ എന്നത് സംബന്ധിച്ച ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ സഹോദരൻ സംശയം ഉന്നയിച്ചത്. ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ റാവി, ആ റിപ്പോർട്ടറിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ മുഴുവനും മൗദൂ എന്ന പേരിൽ മാറ്റിവെക്കേണ്ടതാണ്. പക്ഷെ അത് ഹദീസ് പറയുന്നവരെന്നല്ല, അത് മനസ്സിലാക്കിയെടുത്ത് തെറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു ശാസ്ത്രമാണ്. അത് വിശദമായി പഠിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവൂല. അത് ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികൾ, ആ റാവികൾ അൻഫുലാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളിൽ നിന്നിട്ടും അയാൾ ഇന്ന ആളിൽ നിന്നിട്ടും എന്നിങ്ങനെ ഹദീസ് പരമ്പരയിൽ പേര് പറയപ്പെടുന്ന ഉലമാക്കൾ, അതിൽപ്പെട്ട ഒരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ആ റാവി മുഖേന റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസുകളൊക്കെ മൗദൂഇന്റെ പട്ടികയിലാക്കി മാറ്റിവെക്കണം എന്നാണ് നിയമം. അത് ഹദീസിൽ, പ്രത്യേകിച്ച് ഒരു ഹദീസിൽ വരുന്ന വഅദ് പറയുന്ന സമയത്ത് ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു, അയാൾ മനഃപൂർവമോ അബദ്ധത്തിലോ പറ്റിപ്പോയി എന്ന് വെച്ച് ഇനി അയാൾ പറയുന്ന എല്ലാം മൗദൂആണ് എന്ന നിയമമല്ല. ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികളിൽപ്പെട്ട ഒരു റാവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഉൾക്കൊള്ളുന്ന പരമ്പരയിലൂടെ വരുന്ന ഹദീസുകൾ മാറ്റിവെക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കൂടുതൽ വിശദമായി പഠിക്കണമെങ്കിൽ ഉസൂലുൽ ഹദീസ് സംബന്ധമായ ചർച്ചയുടെ അവസരത്തിലേ വിശദമാക്കാൻ കഴിയൂ. ഇപ്പൊ നമ്മൾ ഫിഖ് സംബന്ധമായ സമയമായതുകൊണ്ട് ഫിഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലാത്തത് കൊണ്ടും പറഞ്ഞത് തന്നെ സാധാരണ ഒരു നിഷ്പക്ഷമതിക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഉസൂലുൽ ഹദീസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് ഉണർത്തി മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വോളിയം കൂട്ടണോ? അല്ലോ, ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അടുത്താള്. ഹലോ, ഹലോ, VMS അക്ബർ, നിങ്ങൾ മൈക്കൊന്ന് ക്ലിയർ ആക്കി വരൂ. ഇൻഷാല്ലാ അടുത്ത ആൾ ചോദിച്ചോളൂ. അസ്ലം 44 നിങ്ങൾ ചോദിക്കൂ. VMS അക്ബർ മൈക്കൊന്ന് ക്ലിയർ ആക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ലം മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് വീണ്ടും എടുത്ത്. ഉസ്താദെ, ഒരു ചോദ്യം. ഇവിടെ സൗദി അറേബ്യയിൽ മറ്റേ ഗട്ടർ വെള്ളം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് പാർക്കില് ഇങ്ങനത്തെ പുൽച്ചെടികൾക്കൊക്കെ തളിക്കുന്ന കാണാം. അപ്പൊ അത് നമ്മളെ മേലിൽ തെറിച്ചാലോ നമ്മളെ വസ്ത്രങ്ങളിൽ ആയാലോ അവിടെ പോയി ഇരുന്നിട്ടോ മറ്റോ അത് നജിസിൽ പെടുമോ എന്നാണ് ചോദ്യം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഗട്ടർ വെള്ളം നജസാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ വെള്ളം ശേഖരിച്ച് വലിയ ടാങ്കുകളിൽ ശേഖരിച്ച് അത് റീസൈക്ലിങ്ങിലൂടെ ശുദ്ധിയാക്കി നിറമോ മണമോ രുചിയോ മാറാത്ത നിലക്ക് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തൊഹൂറാണ്.
അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയതുകൊണ്ട് നജസാവൂല. അതേ സമയത്ത് വാസന എപ്പോഴും ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ നിറം ഇപ്പോഴും ശുദ്ധവെള്ളത്തിന്റെ നിറമായിട്ടില്ല, അതല്ലെങ്കിൽ ശുദ്ധവെള്ളത്തിന്റെ രുചിയല്ല, രുചിക്കേടുണ്ട്, ഇങ്ങനെ മൂന്നാലൊരു പകർച്ച, വാസനയോ നിറമോ മണമോ പകർച്ച ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അത് നജസ് തന്നെയാണ്, അത് ശുദ്ധിയാവൂല. അപ്പൊ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകി വൃത്തിയാക്കൽ വുജൂബാവും. അപ്പൊ ഈ ഒരുമിച്ച് കൂട്ടിയ വെള്ളം ശുദ്ധീകരിച്ചിട്ട് നിറവും മണവും രുചിയും മാറി ശുദ്ധവെള്ളത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ത്വാഹിറാണ്, തൊഹൂറുമാണ്. അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ യാതൊരു കുഴപ്പമില്ല. വാസന ബാക്കിയുണ്ട് ഇപ്പോഴും, അതല്ലെങ്കിൽ രുചിയോ നിറമോ ബാക്കിയുണ്ട്, അത് കുറഞ്ഞ തോതിലാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും നജസ് തന്നെയാണ്, ശുദ്ധിയായിട്ടില്ല. അപ്പൊ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകൽ വുജൂബാവും. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്റ്റീറിയോയിലായിരുന്നു. എന്തായാലും ഉസ്താദെ, ഞാനൊരു റേഡിയോ ശ്രോതാവിന്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിച്ചത്, ഒരു റൂമില് മറ്റുള്ളവര് നിസ്കരിക്കാത്തവരാണ്, കൂടെ താമസിക്കുന്നവര് നിസ്കരിക്കാത്തവരാണ്. അപ്പൊ മറ്റുള്ളവര് ചോദിച്ചാല് അവര് നിസ്കരിക്കാറുണ്ടോ, 5 വക്ത് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് ഇവരെ കുറിച്ച് ഇവരെ കുറവ് മാറ്റിവെച്ച് നമ്മൾ നിസ്കരിക്കാറില്ല എന്ന് പറയാതെ അവര് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ തെറ്റാവോ? അതല്ല, നമ്മള് അവരെ കുറിച്ച് നിസ്കരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താവോ, ഗീബത്തായി മാറുമോ എന്നാണ് സംശയം. അത് റേഡിയോ ശ്രോതാവിന്റെ സംശയമാണ്, അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ എന്റെ ഒരു സംശയമുണ്ട്, അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരാൾ ഒരു കാര്യം മുഷാവറ ചെയ്തു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ഹക്കുകൾ 6 എണ്ണി പറഞ്ഞോർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഒരു മനുഷ്യൻ നിന്നോട് നസീഹത്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് നീ നസീഹത്ത് ചെയ്തു കൊടുക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഉലമാക്കൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരാൾ തന്നോട് മുഷാവറ ചെയ്താൽ, ഈ ഏതൊരു വിഷയത്തിനു വേണ്ടിയാണോ മുഷാവറ ചെയ്തത് അതുമായി ബന്ധമുള്ള വിഷയമാണെങ്കിൽ തുറന്നു പറയണം. ഗീബത്ത് പറയൽ അനുവദനീയമായ സ്ഥലങ്ങളിൽ പെട്ടതാണ് അത്. ഉദാഹരണം, ഒരാള് തന്റെ മകളെ ഒരു പുരുഷനോട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഈ പുതിയാപ്പിളയാകാൻ പോകുന്ന യുവാവിനെ സംബന്ധിച്ച് നമുക്കറിയുന്ന ഒരു വ്യക്തി ഇയാളോട് പറ്റി ചോദിച്ചു, ഈ കുട്ടിന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ എന്തിനാ ഇങ്ങനെ, ഞങ്ങളൊരു കല്യാണ അന്വേഷണം ഉണ്ട്, എന്താണ് അവന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവിടെ നസീഹത്ത് തേടിയതാണ്, അവിടെ പറയൽ നിർബന്ധമാണ് നമ്മൾ. അപ്പൊ എന്ത് പറയാ, ആള് ഫർദ് നിസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത ആളാണ് എന്ന് പറയാ. അത് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും പറയാ, ഇഷ്ടമില്ലെങ്കിലും പറയാ. എന്നാൽ വെറുതെ ആളുകളെ സംബന്ധിച്ച് അയാൾ നിസ്കരിക്കാത്ത ആളാണ്, മറ്റേ ആളാണ് എന്ന് പറഞ്ഞടക്കാൻ പാടില്ല, അത് ഗീബത്താണ്. ഒരു നസീഹത്ത് തേടിയ ഒരു വ്യക്തി, അയാളുമായിട്ട് ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഇയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നോട് മുഷാവറ ചെയ്താൽ ആ മുഷാവറ ചെയ്ത വ്യക്തിയുടെ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളത് പറയണം. അതിൽ മറ്റേയാളുടെ തൃപ്തിയും തൃപ്തിക്കേടും പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ഒരാളുടെ കുറ്റം പറഞ്ഞു നടക്കുക എന്നതും അയാളെ ഇകഴ്ത്തുക എന്നതും ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് പാടുള്ളതല്ല. അപ്പോ ഇയാൾ നിസ്കരിക്കാത്ത ആളാണെന്ന് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അത് പറ്റാത്ത സ്ഥലമുണ്ട്. ഉസ്താദെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംശയമുണ്ട്. അതായത് നമ്മൾ ഹജ്ജിന് ഇവിടുന്ന് പോകുന്നത്, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ നജ്മ ട്രാവൽസ് അതുപോലുള്ള ട്രാവൽസിനെ ഏൽപ്പിച്ച ബസ് മുഖേന പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 3000-4000 രൂപയൊക്കെ ആവും. ഇതല്ലാതെ ഇവിടെ നിന്ന് പലരും ഉൾട്ട വഴിക്ക് പോകുന്നവരുണ്ട്. അതായത് ടാക്സിക്കാരെ പിടിച്ച് പല ഗവൺമെന്റ് അറിയാത്ത രീതിയിലൂടെ പോകുന്നവരുണ്ട്. അപ്പൊ അത് പോയവർ ഉണ്ട് എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പൊ അത്
ശരിയാണ് എന്ന് ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങളെ റൂമില് പലർക്കും സംശയം വന്നപ്പോൾ അതങ്ങനെ ആ ഹജ്ജ് ചെയ്യുന്നത് ഉൾട്ട വഴി കൂടെ നമ്മൾ ഗവൺമെന്റ് അറിയാതെ പോയി ചെയ്യുന്ന ആ ഹജ്ജ് സ്വീകരിക്കോ, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറുക്കുമാർഗം പറഞ്ഞു തരണം എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. പക്ഷേ കുറുക്കുമാർഗം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിൽ ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും സൗകര്യങ്ങൾ ഒത്തിണങ്ങിയാൽ ഒരു പ്രാവശ്യം ഹജ്ജ് ഫർളാവും. പിന്നെയുള്ള ഹജ്ജുകളൊക്കെ ഒരുപക്ഷെ നേർച്ചയാക്കുകയോ മറ്റോ ചെയ്താൽ ഫർളാവും, ഇല്ലെങ്കിൽ ഒക്കെ സുന്നത്താ. അത് തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ളവർക്കേ ഹജ്ജ് ഫർളാവുള്ളൂ. അതിന് മുസ്ലിം ഗവൺമെന്റ് നിലാമ് എന്ന നിലക്ക് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പോയി നിർവഹിക്കുന്നതാണ് ശരിയായ രീതി. മറിച്ചാവുമ്പം ഹജ്ജ് സഹിയാവൂല എന്നൊന്നും പറയാൻ പറ്റൂല. ഹജ്ജ് സഹിയാവും. ഹജ്ജിന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ വാജിബാത്തുകളും ഒക്കെ പാലിക്കുകയും ഹറാമ് വരാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഹജ്ജ് സഹിയാവും. പക്ഷേ ആ രീതി ശരിയല്ല. ഇതാണ് ഇപ്പൊ അതിനെപ്പറ്റി ചുരുക്കി പറയാനുള്ളത്. കുറുക്കുമാർഗം എന്നൊരു ശൈലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ ഹജ്ജിന്റെ ഫർള് വീടും. പിന്നെ ചെയ്യുമ്പോഴൊക്കെ ഇതേ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യലാണ് ശരിയായ രീതി. മറ്റു മാർഗങ്ങളിലൂടെ ചെയ്താൽ ഹജ്ജ് ബാത്തിലാണെന്നോ അല്ലെങ്കിൽ ഹജ്ജ് സഹിയാവൂലെന്നോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു നല്ല മാർഗമല്ല എന്ന് ചുരുക്കി ഒരിക്കൽ കൂടി ഉണർത്തി മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എൻ്റെ ചോദ്യം ഫിഖ്ഹി ആണോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഫിഖ്ഹി അല്ലെങ്കിൽ ഉസ്താദ് ക്ഷമിക്കുക, വിട്ടുകളയാം. നമ്മളെ വീടുകളിലൊക്കെ കുറേ ഖുർആന് അതുപോലെ തഫ്സീറുകളും ഹദീസിൻ്റെ കിതാബുകളും ഒക്കെ ഉപയോഗശൂന്യമായിട്ട് കുറേ കുന്നുകൂടി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ ചെയ്യുക? ചിലർ സാധാരണ കേൾക്കാറുണ്ട് അത് കരിച്ചു വെള്ളത്തിലൊക്കെ വിടണമെന്ന്. അതാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് മൊത്തം കൊണ്ടേ കൂടുതലുണ്ടാകുമ്പോൾ കരിക്കാനൊരു മനപ്രയാസമുണ്ട്. അപ്പോൾ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും. ശറഈയായ ഇൽമ് എഴുതപ്പെട്ടതോ ഖുർആൻ ഷരീഫോ പോലെയുള്ള ആദരിക്കപ്പെടേണ്ടതായ ഗ്രന്ഥങ്ങൾ ഉപയോഗശൂന്യമായി അഥവാ പഴകി കീറി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹുർമത്ത് കേടാവാതിരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. സൗകര്യമുള്ളവർ വെള്ളം ശുദ്ധമായ കുടിക്കുന്ന വെള്ളമുള്ള കിണറ്റിൽ കെട്ടിത്താഴ്ത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് സൗകര്യപ്പെടൂല അല്ലെങ്കിൽ കൂടുതലുണ്ട് എന്ന് വന്നാൽ നജസില്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചുട്ടുകരിച്ച് വെണ്ണീറാക്കി ശുദ്ധജലത്തിൽ കലക്കി കളയുകയും ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കുക എന്നതല്ല, മറിച്ച് ഉപയോഗശൂന്യമായ ഈ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ അവിടെ കിടന്ന് ഹുർമത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന നിലക്ക് അത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് കരിച്ച് വെണ്ണീറാക്കി അത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. അതിനേക്കാൾ നല്ലത് സാധിക്കുമെങ്കിൽ കെട്ടാക്കി ഭാരമുള്ള കല്ലോ മറ്റോ ബന്ധിച്ച് കുടിക്കുന്ന വെള്ളം പോലത്തെ കിണറിലോ മറ്റോ ഇടുക. ഒലിച്ചു പോകാത്ത തോട്, പുഴ, കടൽ പോലത്തെ ഇടാൻ പാടില്ല. കാരണം അത് ഒലിച്ച് കരക്ക് കയറി പിന്നെയും ഹുർമത്ത് കേടാവും. അതേസമയത്ത് ഒലിച്ചു പോകാത്ത കുളം, കിണർ പോലെയുള്ളതിൽ കെട്ടി കനമുള്ള കല്ല് പോലത്തതും കൂടി കെട്ടിയിട്ട് താഴ്ത്തിയിട്ടാൽ അത് ക്രമേണ വെള്ളത്തിൽ ലയിച്ച് അലിഞ്ഞു പോയിക്കോളും. അതിന് സാധിക്കുമെങ്കിൽ അതാ നല്ലത്. അതിന് സാധിക്കാത്തപ്പം നജസില്ലാത്ത സ്ഥലത്ത് ചുട്ടുകരിച്ച് ആ വെണ്ണീർ ശുദ്ധജലത്തിൽ കലക്കി കളയുക. ഇത് ഈ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ ഹുർമത്ത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യാം. അസ്സലാമു അലൈക്കും. എൻ്റെ സംശയം വദാഇന്റെ തവാഫ് ഹജ്ജിന് വാജിബായതുപോലെ ഉംറക്ക് വാജിബുണ്ടോ എന്നതാണ്. അസ്സലാമു അലൈക്കും.
അസ്ലമേ 44 മൈക്ക് എടുത്താൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് വിടണം എന്നറിയില്ല. അതുകൊണ്ട് 44 ആയിരുന്നെങ്കിൽ പോലും അസ്ലം ആ വിഷയത്തിൽ കുട്ടിയ. മൈക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടേണ്ടതാവുന്നു. അല്ലെങ്കിൽ നിങ്ങളെ മൈക്കിൽ നിന്ന് ഇങ്ങനൊരു എയറിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് മറുപടി അറിയാനായിട്ട് കഴിയൂല. അറിയാതെ പറ്റിയപ്പോഴായിരിക്കും, മേലിൽ ശ്രദ്ധിക്കണം എന്നുണർത്തുന്നു. വദാന്റെ തവാഫ് എന്നത് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുന്നവർക്ക് വാജിബായതുപോലെ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോരുന്നവർക്കും അത് വാജിബാണ്. മാത്രമല്ല ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാതെ തന്നെ മക്കയിലെത്തിയ ഒരാള് മക്ക വിട്ട് ദൂരദിക്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്കും വുജൂബാവുന്ന വാജിബാണ്. അപ്പൊ ഹജ്ജിന്റെയോ ഉംറയുടെയോ പ്രത്യേക വാജിബല്ല. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയോ 2 മർഹലയിൽ കൂടുതൽ ദൂരത്തേക്ക് പോവുകയോ, ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയോ അല്ലെങ്കിൽ 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരമുള്ള സ്ഥലത്തേക്ക് പോരുകയോ, ഇനി അതൊന്നും അല്ലാതെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോയതാണ്, എന്തിനാണെങ്കിലും മക്ക ശരീഫിൽ എത്തിയ ഒരു വ്യക്തി മക്ക വിട്ട് 2 മർഹല ദൂരത്തേക്ക് പോവുകയോ സ്വദേശത്തേക്ക് പോരുകയോ ചെയ്യുമ്പോൾ വാജിബാവുന്ന വാജിബാണ് വദാഇന്റെ തവാഫ് എന്നത്. അതിപ്പോ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴും വേണം, ഉംറ കഴിഞ്ഞ് പോരുമ്പോഴും വേണം, ജോലി ചെയ്യുന്ന ആളുകൾ മക്ക വിട്ട് പോരുമ്പോഴും വദാഇന്റെ തവാഫ് വാജിബ് തന്നെ. അത് പിന്നെ ഒരിക്കൽ ഞാൻ ഫസ്റ്റ് ഉംറക്ക് പോയ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് സായി ചെയ്ത സമയത്ത് ഞാൻ 7 പ്രാവശ്യമുള്ളത് മൊത്തം സഫയും മറുപടിയും കൂടിയിട്ട് 1 കൂട്ടി അങ്ങനെ 14 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് അങ്ങനെ പോയപ്പോൾ 10 വർഷം മുന്നെയാണ്. പിന്നെ അങ്ങനെ ഞാൻ 14 വർഷം ചെയ്ത് അതിന് മുന്നേ തന്നെ ഞാൻ ആകെ താപാനായി. പിന്നെ അവിടുന്ന് പോകുന്നു, ഞാൻ തഹല്ലുലായില്ല. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരുത്തം പറഞ്ഞു 7 പ്രാവശ്യം കയറുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ തല്ലുലാകാതെ പോകും. പിന്നെ ഞാനൊരു ഉംറക്ക് കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉംറക്ക് പോയി. അപ്പൊ ഞാൻ അവിടുന്ന് തല്ലുലായി. അപ്പൊ ഇതിന് ഉസ്താദ് എന്തായാലും അറിവ് എന്തെങ്കിലും വേണോ എന്നുള്ളതാണ് ഇത് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തിന്റെ മൈക്ക് തീരെ ക്ലിയർ ഇല്ല, മുറിഞ്ഞുകൊണ്ടാണ് വാക്ക് കേൾക്കുന്നത്. ഏതായാലും ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ നിങ്ങൾ അടിക്കാം. ഫസ്റ്റ് ഉംറക്ക് പോയപ്പോ തവാഫ് കഴിഞ്ഞതിന് ശേഷം സൈ ചെയ്യുമ്പോൾ സഫ മുതൽ തുടങ്ങി തിരിച്ച് സഫയിൽ എത്തുന്നത് ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ സഫ മറുവക്കിടയിൽ 14 വട്ടം, അതാ 7 പകരം 14 വട്ടം സൈ ചെയ്തു. 2 സൈയായി എന്നർത്ഥം. അത് ദീർഘമായി നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇടക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ക്ഷീണിച്ചിരിക്കുകയും ചെയ്തു. അതിനൊന്നും കുഴപ്പമില്ല. ഒരു സൈ അഥവാ സൊഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തുമ്പോൾ 1, അവിടുന്ന് മറുവയിൽ നിന്ന് സൊഫയിലേക്ക് എത്തുമ്പോൾ 2 എന്ന നിലക്ക് മറുവയിൽ ചെന്ന് 7ാമത്തേത് അവസാനിക്കും. അതിലേറെ ചെയ്തതൊക്കെ ഏറെയാണ്, സാരമില്ല. പക്ഷേ മുടി മുറിച്ച് തഹല്ലുലാകൾ നിർബന്ധമാണ്. അതില്ലാതിരുന്നാൽ ഇഹ്റാമിൽ തന്നെ ശേഷിക്കുന്നതാണ്. മുടി മുറിച്ച് തഹല്ലുലാകാതെ ദീർഘദിവസം നിൽക്കുകയും അതിനിടയിൽ മുടിയോ നഖമോ ഒക്കെ നഖം മുറിക്കുക തുടങ്ങിയ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും സംഭവിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ടേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലാണ് എന്താക്കേണ്ടത്, ഫിദിയ വേണ്ടത്. അത് തഹല്ലുലാകുന്നതിന് മുമ്പ് 2ാമത് ഇഹ്റാം ചെയ്താൽ ആ ഇഹ്റാം സഹീഹല്ല. ഇഹ്റാം സഹീഹ് അല്ലാതിരുന്നാൽ പിന്നീട് 2ാമത് ചെയ്യുന്ന തവാഫും സഹിയും എണ്ണപ്പെടാതെ പോകും. അപ്പോ തവാഫ് ചെയ്ത് അതിനുശേഷം സഹി ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലാകൽ നിർബന്ധമാണ്. കാരണം മുടി മുറിച്ച് തഹല്ലുലാകുക എന്നത് ഉംറയുടെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാണ്. അത് ഒഴിവായാൽ മറ്റ് പരിഹാരങ്ങളൊന്നുമില്ല, അത് ചെയ്യാനേ പറ്റൂ. അതറിയാതെ 2ാമത് വീണ്ടും ഇഹ്റാം ചെയ്തല്ല ഇഹ്റാം സഹിയല്ല. അപ്പൊ അതിന് ശേഷം ചെയ്ത തവാഫും സഹിയും അതിനൊന്നും ഫിദിയൊന്നും കൊടുക്കേണ്ടതില്ല. 2ാമത്തെ തവാഫും സഹിയും കഴിഞ്ഞിട്ട് മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തവാഫ് സഹി കഴിഞ്ഞ് മുടി മുറിച്ച ഹുക്കുമായി. അതിന്റെ ഇടക്ക്
നഖം മുറിക്കുക തുടങ്ങിയ മെഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും വന്നോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്കേ അറിയുള്ളൂ. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അറിവൊന്നും വേണ്ട. ഫിദിയ ഉജൂബാവുന്ന കാര്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ഫിദിയ വേണ്ടി വരികയും ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് എന്നോട് വേറൊരു ഐഡി ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് മൈക്കില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് അവയവദാനത്തെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവയവദാനത്തിന്റെ വിധി എന്താണ്? അത് ഹറാമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിർക്ക് കൊടുക്കുന്ന കേസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ ആ സന്ദർഭത്തിൽ എന്താ നമ്മൾ ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതിനൊരു ഉത്തരം ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അവയവദാനത്തെ സംബന്ധിച്ച് വിശദമായി പണ്ട് ഖുലാസയിൽ ഓതി. അത് വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ വളരെ വിശദമായി തന്നെ ഖുലാസയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സൈറ്റിൽ നിന്നിട്ട് കിട്ടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അവയവദാനം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന പട്ടികയിലല്ല. അത് രക്തദാനം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നതുള്ളൂ. ശരീരത്തിന്റെ ഒരു അവയവം ജീവിച്ചിരിക്കുന്ന സമയത്തോ മരിച്ചതിന് ശേഷമോ ദാനം ചെയ്യാൻ ഈ വ്യക്തിക്ക് അവകാശവും അധികാരവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ, അതിലുള്ള അവയവങ്ങളെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമുക്ക് തന്നതാണ്. അതിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. നമ്മുടെ ഉടമയിൽ ഇല്ലാത്ത, അള്ളാഹു നമുക്ക് ഉപയോഗിക്കാൻ മാത്രം തന്ന വസ്തു മറ്റൊരാൾ വിലക്ക് വിൽക്കാനോ ദാനം ചെയ്യാനോ അവകാശമില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ, ഒരു മനുഷ്യന്റെ അവയവം വേണം എന്ന് വരുന്ന അനിവാര്യ ഘട്ടത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റിവെക്കാൻ അനുവാദമുണ്ട്. അത് അയാൾ ദാനം ചെയ്യേണ്ട പ്രശ്നം അതിലില്ല. ദാനം ചെയ്യാൻ അയാൾക്ക് അധികാരമില്ല. പിന്നെ അവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മരിച്ച മയ്യത്തിന് ഹുർമത്തുണ്ട്, ജീവനുള്ള ഒരു വ്യക്തിയുടെ ജീവനും ഹുർമത്തുണ്ട്. ഈ രണ്ട് ഹുർമത്തുകളെ നോക്കുമ്പോൾ ജീവന്റെ ഹുർമത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം മരണപ്പെട്ട വ്യക്തി ഏതായാലും മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ശരീരത്തിൽ നിന്നിട്ട് ഒരു വൃക്കയോ അല്ലെങ്കിൽ കരളോ അതുപോലത്തെ ഒരു അവയവം എടുത്ത് ജീവനുള്ള ഒരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് കാണുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് വകുപ്പ് വേറെ. പക്ഷേ വിൽക്കാനോ ദാനം ചെയ്യാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. കൂടുതൽ വിശദമായി പഠിക്കേണ്ടവർക്ക് അത് സംബന്ധമായി വിസ്തരിച്ച് തന്നെ ഖുലാസയിൽ പാഠം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ SGVയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഒരാൾ ഉംറ ചെയ്ത് പോന്ന് ജിദ്ദയിലേക്ക് പോന്ന്. ജിദ്ദ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മാസം കഴിഞ്ഞ് മദീന പോവുകയാണെങ്കിൽ പിന്നെ അവൻ തവാഫിന്റെ വിദായ ചെയ്യണോ? അസ്സലാമു അലൈക്കും. ഉംറ കഴിഞ്ഞ് 2 മർഹലയിൽ താഴെയുള്ള ജിദ്ദയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വദാന്റെ തവാഫ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ചെയ്താൽ നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവൻ കുറ്റക്കാരനാവുകയില്ല. പിന്നെ ജിദ്ദയിൽ നിന്ന് മാസം കഴിഞ്ഞിട്ടോ ആഴ്ച കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും വേണ്ടിയില്ല, മദീനയിലേക്ക് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അതിനുവേണ്ടി മക്കയിൽ പോയി വദാന്റെ തവാഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു കടമില്ല. മറിച്ച് മക്കയിൽ നിന്ന് നേരെ മദീന ഉദ്ദേശിച്ച് പുറപ്പെടുകയാണെങ്കിൽ 10 മർഹല ദൂരമുള്ള സ്ഥലത്തേക്കാണ് തവാഫ് ചെയ്ത് പോകൽ നിർബന്ധമാണ്. അതേസമയത്ത് ഉംറ ചെയ്ത് പോകുന്നത് ജിദ്ദക്ക. ജിദ്ദയിലേക്ക് 2 മർഹല തികച്ച് ദൂരമില്ല. അപ്പോ വദാന്റെ തവാഫ് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പം സ്വദേശമല്ലാത്തത് കൊണ്ട് സുന്നത്തേ ഉള്ളൂ. ചെയ്താൽ നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ജിദ്ദയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മക്കയിൽ പോയി തവാഫ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അസ്സലാമലൈക്കും. നമ്മള് സുബ്ഹി മഗ്‌രിബ് സുബ്ഹിക്കുള്ള പ്രത്യേക ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉണ്ടല്ലോ, അത് നമ്മൾ ചില സമയങ്ങളിൽ നമസ്കാരം കഴിഞ്ഞ
പെട്ടെന്ന് തന്നെ ആ ദിക്റ് ചെല്ലണം. ചിലപ്പോൾ ഓർമ്മയില്ലാതെ മറ്റു സാധാ നിസ്കാരത്തിലേക്കുള്ള ദിക്റിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അത് ഓർമ്മ വന്നാൽ തിരിച്ചു ചെല്ലിയാൽ അതുകൊണ്ട് പ്രതിഫലം കിട്ടുമോ ഇല്ല എന്ന് അറിയിക്കണം. പിന്നെ ഭാര്യക്ക് ചെറിയൊരു മാനസിക പ്രയാസമുണ്ട്. കുറെ കാലമായി 10-20 വർഷത്തോളമായി തുടങ്ങിയിട്ട് ചിലപ്പോഴെല്ലാം അതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സുഹൃത്തിനോട് ഉണർത്താനുള്ളത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ക്ഷമിച്ച് സഹിച്ചു നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോകുന്ന ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാനും അത് കാരണമാകും. അപ്പൊ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പരീക്ഷണം തന്നത് പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയും ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയും അല്ലാഹു തആല തന്നതായിരിക്കും എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി സഹിക്കുക. അതോടുകൂടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും സന്തോഷവും കുടുംബജീവിതത്തിൽ നൽകി ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ആഫിയത്തും റാഹത്തും നൽകി കുടുംബജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. മനസ്സിൽ പൊറുതിയോടും വിഷമമൊന്നും കരുതണ്ട. വലിയ ഗുണം നമ്മൾ അറിയാത്ത നിലക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനും ഹസനത്ത്, ഒരുപാട് ഹസനത്ത് ലഭിക്കാനും ഒക്കെ അത് കാരണമാകും. ആ നിലക്ക് ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന് വേണ്ടിയാക്കി തരികയും പൂർണ്ണമായ ശിഫയും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പത്തെ ചോദ്യം ഞാൻ മറന്നുപോയിന്. ദുആ ഇരുന്നപ്പോഴേ ചോദ്യം ആരെങ്കിലും ഒന്ന് ചുരുക്കി അടിച്ചു എന്നാ പറഞ്ഞുതരാം. എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടോ? ആയിക്കോട്ടെ. ഇപ്പം ഓർമ്മ, സുബൈന്റെ ശേഷവും മഗ്രിബിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 വട്ടവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നത് 7 വട്ടവും സലാം വീട്ടിയ ഉടനെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ തന്നെയാണ് അത് ചൊല്ലിപ്പോരാറും. പക്ഷെ എന്തോ സംഗതി വശാൽ ഒരു ദിവസം സാധാരണ മറ്റ് ദിക്റുകൾ ചൊല്ലി ഇത് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ കുറെ ആയതിനു ശേഷം ഓർമ്മ വന്ന് അപ്പോ രണ്ടാമത് മടക്കി ഈ 2 ദിക്റുകൾ തന്നെ ചൊല്ലുകയും ചെയ്ത് അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുമോ? അല്ലെങ്കിലും ഉടനെ ആവണം എന്നത് പൂർണ്ണ രൂപത്തിന്റെ സുന്നത്താണ്. മറ്റ് ദിക്റുകൾക്ക് ശേഷം ചൊല്ലിയാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ ഉടനെ ചെല്ലുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അത് നിസ്കാരത്തിൽ സലാം വീട്ടിയ അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഉടനെ തന്നെ ചൊല്ലിയാൽ പ്രത്യേകം പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. എന്നാൽ ഈ ദിക്റുകൾ രണ്ടും ചൊല്ലിയാലുള്ള പ്രത്യേക ഗുണം അടിസ്ഥാനപരമായ അസ്ലിയായ സുന്നത്ത് കിട്ടും. പൂർണ്ണരൂപം ഉടനെ ചെല്ലുന്നതാവുന്നു. അപ്പൊ ഉടനെ ചെല്ലാൻ വിട്ടുപോയി എന്നതുകൊണ്ട് രണ്ടാമത് മടക്കി ചെല്ലൽ ഉപേക്ഷിക്കേണ്ട. രണ്ടാമത് മടക്കി ചെല്ലിയാൽ അതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ പൂർണ്ണമായ രൂപം സലാം വീട്ടി അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ഉടനെ ചെല്ലലാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇവിടെ നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കട്ടിങ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉസ്താദ്, ഞങ്ങള് ഈ മക്കയായിട്ട് ബന്ധപ്പെടുന്നോണ്ട് ചോദിക്കാണ്, യഥാർത്ഥത്തിൽ ഈ മക്കത്തിന്റെ അതിര് ഏതാണ്? അപ്പോ നമുക്ക് അറിയാനാണ്. അപ്പൊ മക്കം വിട്ടിട്ട് നമ്മള് പിന്നെ ഇത്ര മറയില് പോകുമ്പോൾ നമ്മള് ഇതാന്റെ തോപ്പൊക്കെ ചെയ്യണല്ലോ. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ മക്കന്റെ അതിര് ഏതാണ്, ഇപ്പോഴത്തെ അതിര് ഏതാണ് എന്ന് ഒന്ന് അറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കത്തിന്റെ അതിര് വേണമെങ്കിൽ അതിപ്പോ മക്കയെ സംബന്ധിച്ച ചരിത്രം പറയുന്ന അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക കിതാബുകൾ കിട്ടും. അത് നോക്കി അതിർത്തി കണ്ടുപിടിക്കാനേ വഴിയുള്ളൂ. ഇവിടെ എന്റെ കയ്യിൽ ആ പുസ്തകങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഉള്ളത് അവിടെ ജിദ്ദയിലാണുള്ളത്. അത് അടുത്തുള്ള ആളുകളോട് അന്വേഷിക്കലാണ് നല്ലത്. അതല്ലെങ്കിൽ അതുമായിട്ട് അറിയുന്ന അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ അറിവുള്ള ആളുകളോട് ചോദിച്ചാലും പറഞ്ഞു തരും.
അത് കിതാബുകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തുകയും അതിന്റെ അതിർത്തികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദീകരിക്കുന്ന കിതാബുകളൊക്കെ ജിദ്ദയിലാണുള്ളത് എന്നതുകൊണ്ട് കൃത്യമായി അത് പറഞ്ഞു തരാൻ എന്നെ സംബന്ധിച്ച് സാധ്യമല്ല. ഉസ്താദെ, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവുന്ന സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ഉംറ ചെയ്യാതെ പിന്തിരിഞ്ഞാല് അതിലുള്ള ഇസ്ലാമിക വിധി എന്താണ്? അതേപോലെ തന്നെ ഹജ്ജ് ഉംറ നിർബന്ധമാവുന്ന അവസ്ഥ എന്താണ്? ഇത് ഒരാൾ ചോദിക്കാൻ വേണ്ടി തന്നാണ്. അതിന്റെ ആൻസർ ഹജ്ജ് നിർബന്ധമാവുന്ന രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് സ്വന്തം ശരീരം കൊണ്ട് ഹജ്ജും ഉംറയും നിർബന്ധമാവുന്നവരുണ്ട്, മറ്റൊന്ന് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കൽ നിർബന്ധമാവുന്നവരും ഉണ്ട്. അഥവാ തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ വേണ്ട ചിലവിലേക്ക് വേണ്ട സാമ്പത്തിക കഴിവും, കടമുണ്ടെങ്കിൽ ആ കടം കഴിച്ചും ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്താൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഹജ്ജും ഉംറയും നിർബന്ധമാണ്. അതേ സമയത്ത് ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, ശാരീരികമായി യാത്ര ചെയ്യാനുള്ള ആവതിയില്ല. ഉദാഹരണം, വാദം കൊണ്ടൊരു ഭാഗം കുഴഞ്ഞു പോയ ആളാണ്, അതുപോലെ വാർദ്ധക്യം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാതെ അനാരോഗ്യം ബാധിച്ച ആളാണ്. ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളാണ്, അതോടുകൂടി സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് വേണ്ട ചിലവുകളും ആവശ്യമെങ്കിൽ കൂലിയും കൊടുത്തുകൊണ്ട് മറ്റൊരാളോട് ചെയ്യിക്കൽ ഉജൂബാവും. അപ്പോൾ ദേഹം കൊണ്ടും ധനം കൊണ്ടും യാത്രാ സൗകര്യം കൊണ്ടും ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകളാണെങ്കിൽ ശരീരം കൊണ്ട് തന്നെ പോയി നിർവഹിക്കൽ ഉജൂബാണ്. അത് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഫാസിഖാണ്, പാവിയാണ് എന്ന് വരും. അങ്ങനെ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് ഓരി ചെയ്യുന്നതിന് മുമ്പ് ഒരാള് കൊണ്ട് ഹജ്ജ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന സംഖ്യ എത്രയാണോ അത് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ അനന്തരാവകാശികൾക്ക് വിഹിതം വെച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ശരീരം കൊണ്ട് ആരോഗ്യം ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് പോകൽ നിർബന്ധമില്ല. പക്ഷേ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ട ചെലവും കൂലിയും കൊടുത്ത് ചെയ്യിക്കൽ അയാളുടെ സ്വത്തിൽ നിന്നിട്ട് ചെയ്യിക്കൽ ഉജൂബാണ്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാളുടെ സ്വത്തിൽ നിന്നും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കൽ നിർബന്ധമാവുകയും ചെയ്യും. അതിനു വേണ്ടത് മാറ്റിവെച്ച് ബാക്കിയുള്ളതേ അനന്തരാവകാശികൾക്ക് വീതം വെച്ചെടുക്കാൻ പാടുള്ളൂ. ചെയ്യാതെ മരണപ്പെട്ട് ശറഈയായ ഉദ്ർ ഇല്ലെങ്കിൽ അയാളുടെ വിധി ഫാസിഖ് എന്നാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ സംശയം, ഇപ്പൊ നമ്മള് ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചെല്ലാറുണ്ട്. അപ്പൊ ചില ഉസ്താദുമാര് അത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം, അഥവാ അല്ലാഹു അക്ബർ 33 പറഞ്ഞു കഴിഞ്ഞ ശേഷം ചിലപ്പോ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ എന്നുള്ള ദിക്റും കൂടെ കൂട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അവിടെ സുന്നത്തായി വരുന്നുണ്ടോ? ഇനിയിപ്പോ ചിലപ്പോ ദിക്റല്ലേ അതിപ്പോ എന്താണ് ചെല്ലിയാല് എന്നുള്ളത് വെച്ചാൽ തന്നെയും, പിന്നെ ഉസ്താദ് നേരത്തെ നേരത്തെ ഒരു വ്യക്തി ചോദിച്ചു, ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹിക്ക് ശേഷമുള്ളൊക്കെ ദിക്ർ അപ്പൊ മറന്നാല് പിന്നെ അപ്പൊ നമ്മളെ അസുരസുന്നത്ത് കിട്ടുമെങ്കിലും അതിന് നിശ്ചയിക്കപ്പെട്ട കൂലി കിട്ടൂല എന്ന് ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു 100 തേക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റും കൂടി ഒന്ന് ചെല്ലിയിട്ട് 100 തേച്ചാൽ പുണ്യുള്ള കാര്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ചില വലിയ വലിയ ഉസ്താദന്മാര് തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ അല്ലാഹു അക്ബർ കബീറ എന്നുള്ളത് കൂട്ടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ശരിയായ വശം എന്ന് പറഞ്ഞെന്ന് നിനക്കില്ല. അസ്സലാമു അലൈക്കും. സാധാരണ മുഅക്കദായ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ 33 കഴിഞ്ഞാൽ പിന്നെ 100 തേക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഒരു വട്ടം ചൊല്ലുക. അതാണ് അധികം ഹദീസുകളിലും സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് അതാണ് മുഅക്കദായ സുന്നത്ത്. എന്നാൽ ചില ഹദീസുകളിലും അതുപോലെ തന്നെ മുൻഗാമികളായ ചില മഹാന്മാരുടെ നടപടികളിലും ഒക്കെ സ്ഥിരപ്പെട്ട മറ്റ് ചില ദിക്റുകളും കൂട്ടത്തിൽ ഓതാറുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ 100 വട്ടം ചെല്ലുന്നതിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുന്നില്ല. അതോടുകൂടി മറ്റേത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും പ്രസിദ്ധമല്ലെങ്കിലും ഹദീസുകളിലും അതല്ലെങ്കിൽ മഹാന്മാരായ മുൻഗാമികളുടെ നടപടിക്രമങ്ങളിലും
പെട്ടതായതുകൊണ്ട് അത് ചെല്ലുന്നത് വിരോധമില്ല, നല്ലത് തന്നെ. അസ്സലാമു അലൈക്കും. ഈ മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലൊക്കെ പോയി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇഹ്റാമിലാണോ വരേണ്ടത്, അതല്ല സാധാരണ നിലയ്ക്ക് വരാൻ പറ്റുമോ? സംശയമാണ്. അസ്സലാമു അലൈക്കും. മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോയി തിരിച്ച് മക്ക ഷരീഫിലേക്ക് വരുമ്പോൾ ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്ത് വരൽ വളരെ മുഅക്കദായ സുന്നത്താണ്. എന്നാൽ നിർബന്ധമല്ല. കാരണം എന്താന്ന് വെച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 മീഖാത്തുകളെ നിർണയിച്ച് പറഞ്ഞുകൊണ്ട് അതുവഴി വരുന്ന ആളുകൾ, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ മീഖാത്താണ് ഈ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നവർക്കാണ്. അപ്പൊ ഈ ജോലി മാത്രം ഉദ്ദേശിച്ചു വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യാതെ വരുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ നല്ലത് സാധിക്കുമെങ്കിൽ, പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ, ജോലി ആവശ്യാർത്ഥം വരുന്നവരാണെങ്കിലും ഉംറയെങ്കിലും ഇഹ്റാം ചെയ്ത് വരുന്നതാണ് ഉത്തമം. ഇനി ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്യാതെ മക്കയിലേക്ക് മീഖാത്ത് വിട്ടുകടന്ന് വരുന്നത് കൊണ്ട് വരുന്നത് ലക്ഷ്യം ഹജ്ജും ഉംറയും അല്ല എന്നതിനാൽ അവർ കുറ്റക്കാരാവുകയില്ല. നല്ലത് ഇഹ്റാം ചെയ്തു വന്നുകൊണ്ട് ഒരു ഉംറയെങ്കിലും നിർവഹിക്കുന്നതാണ് അഫ്ളൽ, ഷാഫി മദ്ഹബിലെ മുഅത്തമദായ ഖൗല്. അതേ സമയത്ത് രണ്ടാം ഖൗലുണ്ട്, അങ്ങനെയല്ല, വുജൂബ് തന്നെയാവും, ഇഹ്റാം ചെയ്ത് വരൽ വുജൂബാവും എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അതല്ല വരപ്പെട്ടത്, നല്ലതാണ്. അഥവാ ഹജ്ജും ഉംറയും ഉദ്ദേശമില്ലാതെ ജോലി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യാതെ വരുന്നത് കൊണ്ട് തെറ്റില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ. വേഗം മൈക്കെടുത്തോളി, സമയം കുറച്ച് ഉള്ളൂ, കുറഞ്ഞ സമയമുള്ളൂ. ആളുകളൊക്കെ അങ്ങനെ കൈകൊട്ടി ഇന്നല്ലേ മുകളിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ ശരിക്ക് ചാടുകയൊക്കെ ചെയ്യാം. കാരണം ഇനി കുറഞ്ഞ സമയമുള്ളൂ. ഉലുഹിയത്ത് അറക്കാൻ നിയത്താക്കിയ ഒരാൾ അറവ് നടക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവാൻ നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണോ? അങ്ങനെയെങ്കിൽ അവരും താടി മുടി നഖങ്ങൾ നീക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഒരു ചോദ്യമുണ്ട്, ഹക്കീക്ക് ആ ഉലുഹിയത്തിന് നിയത്താക്കാൻ പറ്റുമോ? ഉലുഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ച വ്യക്തി ഈ ഉലുഹിയത്ത് അറക്കുന്ന മൃഗത്തിന്റെ അരികെ ഹാജരാകൽ നിർബന്ധമില്ല, നല്ലതാണ്. സാധിക്കുമെങ്കിൽ ഈ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് ആ വ്യക്തി ഹാജരാകലും സാധിക്കുമെങ്കിൽ അയാൾ തന്നെ അറുക്കലും സുന്നത്താണ്. അറുക്കാൻ അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അറുക്കാൻ സാധിക്കുന്ന ഒരാളോട് അർപ്പിക്കുകയും ആള് സ്ഥലത്തുണ്ടാവുകയും ചെയ്യൽ നല്ലതാണ്, സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പോ വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ ഉലുഹിയത്ത് അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അയാളെ നമ്മൾ വക്കാലത്താക്കി ഏൽപ്പിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടി അയാള് നമ്മുടെ വക്കാലത്ത് പ്രകാരം ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ വേണം. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ ഏൽപ്പിച്ച ആള് നമുക്ക് വേണ്ടി ചെയ്തിരിക്കണം. ഒന്ന്. അതോടുകൂടി രണ്ടാമത്തെ ചോദ്യം, അക്കീഖത്ത് അറുക്കാനുള്ള ഒരാള് ഉലുഹിയത്തിന്റെ കൂട്ടത്തിൽ അക്കീഖത്തും കൂടി കരുതാൻ പറ്റുമോ? അതായത് സുന്നത്തായ അക്കീഖത്തും സുന്നത്തായ ഉലുഹിയത്തുമാണെങ്കിൽ ഒരു മൃഗത്തിൽ 7 ആൾക്ക് വരെ കൂറാവാം എന്നാണല്ലോ നിയമം. അപ്പോ ഒരു കുട്ടിന്റെ അക്കീഖത്ത് അറുക്കാൻ ഒരു ഭാഗവും ബാക്കി ഉലുഹിയത്തുമായി കരുതിയാൽ ഒരു മൃഗം കൊണ്ട് തന്നെ രണ്ടും നടക്കും. അങ്ങനെ 7 വരെ ഷെയറാവാം. ഉദാഹരണം, ഒരാൾക്ക് അയാളും അയാളുടെ ഭാര്യയും 2 മക്കളും ഉണ്ട് എന്നിരിക്കട്ടെ. ഈ 2 മക്കൾക്കും അക്കീഖത്ത് അറുത്തിട്ടില്ല എന്ന് വെക്കുക. അപ്പൊ 7 ഷെയർ ഉള്ള ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു കാള ഇയാൾ വാങ്ങി.
അതിൽപ്പെട്ട ഒരു ഓഹരി തന്റെ ഉദുഹിയത്തും ഒരു ഓഹരി ഭാര്യയുടെ ഉദുഹിയത്തും ഓരോ ഓഹരി വീതം 2 മക്കളുടെ ഉദുഹിയത്തും, അങ്ങനെ 4 ഓഹരി ഉദുഹിയത്തായി പോയി. പിന്നെ 2 മക്കൾക്ക് ഒരു മകന് ഒരു ഓഹരിയും, അല്ലെങ്കിൽ ഒരു മകൾക്ക് ഒരു ഓഹരിയും ഒരു മകന് 2 ഓഹരിയും ഹഖീഖത്തും കരുതി. അങ്ങനെ 7 വീതിച്ച് അതിൽപ്പെട്ട 3 ഓഹരി ഹഖീഖത്തും 4 ഓഹരി ഉദുഹിയത്തുമാക്കി. അതിനൊന്നും കുഴപ്പമില്ല. അതായത് 7 ആടുകൾക്ക് വരെ ഒരു മൃഗത്തിൽ ഷെയറാകാം എന്നതുപോലെ 7 കാര്യത്തിന് വരെ ഒരു മൃഗത്തിൽ ഷെയറാവാൻ പറ്റും എന്ന് ചുരുക്കം. അപ്പോ അറക്കുന്ന മൃഗം ആടാണെങ്കിൽ ഇതൊന്നും പറ്റൂല. ഒരാടാണ് ഏറ്റവും ചുരുങ്ങിയത്, അത് ഉദുഹിയത്ത് കരുതിയാ പിന്നെ ഹഖീഖത്തിന് പറ്റൂല, ഹഖീഖത്ത് കരുതിയാ ഉദുഹിയത്തിന് പറ്റൂല. പോത്തോ മോരിയോ ഒക്കെ ആണെങ്കിൽ അതിൽപ്പെട്ട 7 നിശ്ചിത വിഹിതം ഹഖീഖത്തായിട്ടും ബാക്കി നിശ്ചിത വിഹിതം ഉദുഹിയത്തായിട്ടും കരുതുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ കയ്യേർത്ത് നിൽക്കുന്ന, ആരും മൈക്കെടുക്കുന്നില്ലല്ലോ? എനിക്കുള്ളൊരു ചോദ്യം ഇവിടെ വന്ന ചോദ്യം, ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയാൽ അസറിനെ ആദ്യം നിസ്കരിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയാൽ ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നീട് അസർ നിസ്കരിക്കലാണ് സുന്നത്ത്. എന്നാൽ ആദ്യം അസർ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ളുഹർ നിസ്കരിച്ചാലും തെറ്റില്ല. മനസ്സിലായോ? ഒരാള് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയിരുന്നു, അങ്ങനെ പള്ളി കയറി, അപ്പോക്ക് അസറിന്റെ ജമാഅത്ത് തുടങ്ങി. അപ്പോ ആ ജമാഅത്തിൽ തുടർന്ന് അസർ നിസ്കരിച്ചു, അതിനുശേഷം ളുഹർ നിസ്കരിച്ചു, അതുകൊണ്ട് തെറ്റില്ല. എന്നാൽ ആദ്യം ളുഹർ നിസ്കരിക്കുകയും പിന്നീട് അസർ നിസ്കരിക്കുകയും ചെയ്യുക എന്നത് സുന്നത്താണ്. അതേസമയത്ത് മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അതായത് അസറിനെ ളുഹറിന്റെ വഖത്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിക്കൽ ഷർത്താണ്, അതിനുശേഷമേ അസർ നിസ്കരിക്കാൻ പാടുള്ളൂ. മുന്തിച്ച് ജമ്മാക്കുന്നോർത്ത് തർത്തീബ് ഷർത്താണ്, പിന്തിച്ച് ജമ്മാക്കുന്നോർത്ത് തർത്തീബ് സുന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് അസർ നിസ്കരിച്ചതിന് ശേഷം ളുഹർ നിസ്കരിച്ചാലും ജമ്മിന് കുഴപ്പമൊന്നുമില്ല, സഹിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്റെ സംശയം, ഒരാള് സ്വന്തം ഭാര്യയ്ക്ക് ഗർഭമായപ്പോൾ അദ്ദേഹത്തിന് ചില വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വിഷയങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഒരു ആടിനെ നേർച്ചയാക്കി, ഒരാളുടെ പേരിൽ ഒരു മുരുത് വയ്ക്കാൻ വേണ്ടി ആടിനെ നേർച്ചയാക്കി. ആ ആടിനെ നേർച്ചയാക്കിയോടുകൂടെ അൽഹംദുലില്ലാഹ് ഭാര്യ സുഖമായി പ്രസവിച്ചു. ആ ഭാര്യയ്ക്ക് വേണ്ടി ആ ആടിനെ അറക്കുമ്പോൾ, ആ നേർച്ചയ്ക്ക് ആടിനെ അറക്കുമ്പോൾ അതിൽ ഹഖീഖത്ത് കരുതി ഒരാടിനും കൂടെ ചേർത്ത് അറുത്താൽ ഇത് രണ്ടും കൂടെ വീടുമോ എന്ന സംശയം. അല്ലെങ്കിൽ ഈ നേർച്ചയാക്കിയത് കുടുംബത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നേർച്ചയാക്കിയവർക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു മസലയും ഉണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ദുആസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നേർച്ചയാക്കിയ മൃഗം വുജൂബാവും. വുജൂബായ അറവ് ഈ അർത്ഥ വ്യക്തിക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും എടുക്കാതെ മറ്റ് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട സാധുക്കളായ മിസ്കീന്മാരായ ആളുകൾക്ക് സദഖ ചെയ്യൽ നിർബന്ധമാവും. അതേസമയത്ത് ഹഖീഖത്ത് അർത്ഥ സുന്നത്തായ ഹഖീഖത്താവുമ്പോൾ അതിൽ നിന്ന് അല്പം എടുക്കുക, അത് തന്നെ കരളിൽ നിന്നാവുക, താനും തന്റെ കുടുംബങ്ങളും അതിൽ നിന്ന് ഉപയോഗിക്കുക എന്നത് സുന്നത്താണ്. അല്പം എടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യലാണ് ഏറ്റവും നല്ലതെങ്കിലും 1/3 ഭാഗം സദഖ ചെയ്യുകയും 1/3 ഭാഗം കഴിവുള്ള ആളുകൾക്ക് ഹദിയ കൊടുക്കുകയും ബാക്കി 1/3 ഭാഗം തനിക്കും കുടുംബത്തിനും എടുക്കുകയും ചെയ്യാം. എന്നാൽ ബർക്കത്തിന് വേണ്ടി അല്പം എടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യലാണ് ഉത്തമം. അത് സുന്നത്തായ ഹഖീഖത്ത്. അതേസമയത്ത് നേർച്ചയാക്കിയത് അത് സാധുക്കൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ടവർക്ക് മുഴുവനായും കൊടുക്കൽ വുജൂബാണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കാതെ നേർച്ചയാക്കിയത് അറുത്ത് സദഖയായി കൊടുക്കുകയും
അഖീഖത്ത് അറക്കുന്നതിൽ നിന്ന് അല്പം എടുക്കുകയും ബാക്കിയുള്ളത് സദഖ ചെയ്യുകയുമാണ് വേണ്ടത്. രണ്ടും കൂടി കൂട്ടിക്കുഴക്കാതിരിക്കുക. കാരണം ഒന്ന് വുജൂബായതും ഒന്ന് സുന്നത്തുമായതുമാണ്. തന്നെയല്ല വുജൂബായത് തനിക്കും താൻ ചെലവ് കൊടുക്കുക നിർബന്ധമായിരിക്കും എടുക്കാതെ മറ്റു പുറത്തേക്ക് കൊടുക്കേണ്ടതായത് കൊണ്ട് അത് മറ്റേതിന്റെ കൂട്ടത്ത് കൂടാതിരിക്കാൻ വേണ്ടി രണ്ടും വേറെ വേറെ തന്നെ ചെയ്ത് നേർച്ചയാക്കിയത് സദഖയായി കൊടുത്തു തീർക്കുക. അല്ലാത്തത് അല്പം സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ളത് ധർമ്മം ചെയ്യുക. അതിൽ കുറച്ച് സദഖയും കൊടുക്കുക, കുറച്ച് ഹദിയ വെക്കുകയും ചെയ്യാം. ഓക്കെ, സമയം 6 മണി കഴിഞ്ഞത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ക്ഷമിക്കുക. നമ്മളെ കീശീരിയൊക്കെ കൈപോക്കി ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇനി കീശീരി 6 മണി കഴിഞ്ഞു. അപ്പൊ ഇനി സമയം ഉണ്ടാവില്ല. ഇനി നീണ്ടുപോയാൽ ഇപ്പം മഗ്‌രിബ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. നേരത്തെ ആലൂർ രാജിന്റെ സംശയം അത് ഇബാറത്തുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മൈക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കിതാബ് നോക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ പറയാം എന്ന് ഉണർത്തി. കീശീരിഞ്ഞ് ഒരു ചോദ്യത്തിനൊന്നും സമയമില്ല. കീശീരി എന്താ പോയി കീശീരിക്ക് എന്നാ വേഗം ചാടിക്കോ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ്. എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ജുമാക്ക് പിന്തി തുടർന്നവനെ തുടർന്നു നിസ്കരിച്ചാൽ ജുമാ കിട്ടുമോ എന്നാണ് ചോദ്യം. മൈക്കൂട്ടു ജുമാക്ക് ഒന്ന് പിന്തി തുടർന്ന ആളെ ജുമാക്ക് പിന്തി തുടർന്നവനെ തുടർന്നു നിസ്കരിച്ചാൽ ജുമാ കിട്ടുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. സാങ്കേതികമായി അങ്ങനെ പറയാം. അതായത് ഒരു റക്അത്തെ ജുമാക്ക് ജമാഅത്ത് ഷർത്തുള്ളൂ. അപ്പൊ ഇമാമിന്റെ 1-ാം റക്അത്ത് കഴിഞ്ഞ ശേഷം ഒരു മസ്ബൂക്ക് വന്ന് തുടർന്നു. ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് പൂർണ്ണമായി ലഭിച്ചു. അതോടുകൂടി ഈ മസ്ബൂക്കായ മനുഷ്യന് ജുമാ കിട്ടി. കാരണം ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയത് കൊണ്ട്. അയാള് സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു റക്അത്ത് ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അയാളോട് മറ്റൊരാൾ വന്ന് തുടർന്നാൽ ആ തുടർച്ച സഹീഹാണ്. അതുകൊണ്ട് സഹീഹായ ജുമാ നിസ്കരിക്കുന്ന വ്യക്തിയോട് കൂടി ഒരു റക്അത്ത് ഈ പിന്തി തുടർന്ന വ്യക്തിക്ക് കിട്ടിയത് കൊണ്ട് അയാളുടെ ജുമയും സഹിയാകും എന്ന് മഹാന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. യാനത്തിലും മറ്റും അങ്ങനെ പറഞ്ഞതായി കാണാം. ഓക്കെ, ഇനി സമയമില്ല. ഇത് തന്നെ ഇപ്പൊ കീശീരിക്ക് ഒരു പ്രത്യേക അളവ് എന്നുള്ള ആൾക്ക് അനുവദിച്ചതാണ് സമയം കഴിഞ്ഞതിന് ശേഷം. ഇനിയിപ്പോൾ തുടരാൻ നിവൃത്തിയില്ല. റബ്ബ് തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വീണ്ടും ശനിയാഴ്ച കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمن أعانونا ولجميع المؤمنين اللهم اغفر